കാത്തിരിക്കാൻ എനിക്കറിയാം. പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കാലാവസ്ഥപരമായും ഒക്കെ ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആ, ആ, ഇത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപയും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ആകയാൽ നമുക്ക് വചനത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മളെല്ലാവരെയും നമ്മളെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് ഈ രാത്രികാലം കർത്താവിന്റെ വചനവുമായി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പാ. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും പറയുന്ന അടിയനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം അങ്ങയുടേത്, പറയുന്ന അടിയനും അങ്ങയുടേതാണ്. കർത്താവെ, അടിയനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുകയാ. അടിയന്റെ വായിൽ നിന്ന് മാനുഷികമായ ഒരു വാക്ക് പോലും പുറത്തു വരരുത്. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ദൈവജനത്തെ അറിയിക്കുവാനുള്ള കൃപ നൽകി തരണമേ. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാൻ കുറയണം കർത്താവേ, അങ്ങ് വളരണം. ഹല്ലേലൂയ. ആകയാൽ അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചാട്ടെ. വചനം കേൾക്കുവാൻ ഇരിക്കുന്ന ഓരോ ദൈവജനത്തിന്റെ ഹൃദയങ്ങളെയും ചെവികളെയും അങ്ങ് തുറന്നാട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവ് സംസാരിക്കുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആകയാൽ ആ ചെവികളെ അങ്ങ് തുറന്നാട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ, സഭകളിൽ, വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ ഒരുങ്ങി പാർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ആകയാൽ വചനത്തിന് മുമ്പിൽ അടിയനെയും ദൈവമേ, കേൾക്കുന്ന ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ അടിയനെ മറച്ചാട്ടെ. മുഴുവനും മഹത്വം അപ്പന് തരുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ വായിക്കുന്നത്. എന്നാൽ കുറിവാക്യമായി ഞാൻ എടുക്കുന്നത് അതിന്റെ 4ഉം 5ഉം വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അതാണ് പറഞ്ഞത്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി പ്രീതി സിസ്റ്ററും അത് തന്നെയാണ് പറഞ്ഞത്. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഇന്നലെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളെല്ലാം ഈ വചനം എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏത് വചനം പറയുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, ആദ്യം ആ വചനം എന്നോടൊന്ന് ഇടപെടും, അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ ഒന്ന് പണിയും. അതിനുശേഷമാണ് അല്ലെങ്കിൽ ഞാൻ ഏത് വചനവും ഹല്ലേലൂയ മിനിസ്ട്രിയിലാണെങ്കിലും ഒന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ ഈ വചനം എന്നെ പണിതൊരു വചനമാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു കുറ്റം കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ര ഗൗരവം കൊടുത്തിട്ടില്ല. അതിപ്പോ എല്ലാവരിലും കുറയുന്നതല്ലേ. ഹല്ലേലൂയ. ആദ്യകാലത്തെ പോലെയാണോ ഒരു 50 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്നൊരു ചിന്ത. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ പണിതു തുടങ്ങിയപ്പോൾ, ദൈവസന്നിധി വചനമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു. ഈ ആദ്യ സ്നേഹം കുറഞ്ഞു പോവുക അല്ലെ വിട്ടുകളയുക എന്ന് പറയുന്നത് ഒരു ചെറിയ കുറ്റമല്ല, അതൊരു വലിയ കുറ്റമാണ്. വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും അതിന്റെ സീരിയസ്നെസ്, അതിന്റെ എത്രത്തോളം അതിനൊരു പ്രാധാന്യത ഉണ്ടെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ സമയം, അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന കാലഘട്ടം അന്ത്യകാലഘട്ടമാണ്. ഇത് അന്ത്യകാലമാകിയാൽ ഇന്ന് നമ്മൾ കാണുന്ന വിശ്വാസി സമൂഹം ഇതിനെ ഒട്ടും ഗമനിക്കുന്നില്ല. ഇതിനെ നിസാരമായി കണ്ടേക്കുക. അല്ലെങ്കിൽ ആദ്യ സ്നേഹം പോയെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. അതാണ് അതിന്റെ കാര്യം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചു. ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്നല്ല പറയുന്നത്, ആദ്യ സ്നേഹം അല്പമൊന്ന് താണെന്നല്ല പറയുന്നത്, ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടു കളഞ്ഞു. ആ വാക്ക് എത്രത്തോളം പ്രാധാന്യതയുള്ളതാണെന്ന് ഓർത്തേ. ആദ്യ സ്നേഹം നമ്മളൊക്കെ പലപ്പോഴും പറയും, നിന്റെ സ്നേഹം എന്നോട് കുറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. സ്നേഹമില്ലെന്ന് നമ്മൾ പറയാറില്ല, ഇല്ലേ? പണ്ടത്തെ സ്നേഹം നിനക്ക് എന്നോട് ഇല്ലെന്ന് നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പറയാറുണ്ട്. ഭാര്യയും ഭർത്താവും പറയാറുണ്ട്, ഓ, കല്യാണം കഴിഞ്ഞ നാളുകളിലെ സ്നേഹമൊന്നും അവക്കിപ്പോ എന്നോടില്ലെന്ന് പറയും. അല്ലെങ്കിൽ മക്കള് അമ്മയോടും അപ്പനോടും പറയും, ഞാൻ ആദ്യമൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള പപ്പായ്ക്കും മമ്മിക്കും എന്നോടുള്ള സ്നേഹം ഇപ്പം ഇല്ലെന്ന് പറയും. പക്ഷെ അതിന്റെ അർത്ഥം സ്നേഹം ഒട്ടും ഇല്ലെന്ന് അവർ പറയുന്നില്ല, അല്ലേ? പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാ പറയുന്നത്, ഈ സഭയോട്, എഫെസോസ് സഭയോട് പറയുന്നത്, കുറഞ്ഞു പോയെന്നോ 10% കുറഞ്ഞെന്നോ ഒന്നും അല്ല ദൈവമക്കളെ, നീ വിട്ട് കളഞ്ഞു.
ഹല്ലേലൂയ. അതാർക്കാ ഹല്ലേലൂയ മനസ്സിലായത്? അല്ലെങ്കിൽ സ്നേഹം വിട്ട് കളഞ്ഞെന്ന് എഫേസോസ് സഭയ്ക്ക് മനസ്സിലായില്ല. എന്നാൽ ക്രിസ്തുയേശുവിന് വില കൊടുത്ത് ഈ സഭയെ നേടിയ കർത്താവിന് മനസ്സിലായി. സഭ സ്നേഹം വിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ വിചാരം നമ്മൾ ഇന്നും ട്രാക്കിലാണ് ഓടുന്നെന്നാ. കർത്താവിനോട് സ്നേഹമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ എനിക്ക് ദൈവത്തോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്. അതെ, നിങ്ങൾക്ക് കർത്താവിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം, 100% രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ സമയത്തെ സ്നേഹം ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടോ? അത് കുറഞ്ഞാൽ 10% ആയിക്കോട്ടെ, 5% ആയിക്കോട്ടെ, അത് കുറഞ്ഞാൽ അതൊരു തെറ്റാണ്, അതൊരു പാപമാണ്. പാപമാണെന്നാണ് അതിന്റെ പ്രത്യാഘാതം എന്തെന്ന് ഈ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, അത് ഭയാനകമാ ദൈവമക്കളെ. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം, മണവാട്ടി ഇരിക്കേണ്ടിടത്ത് ആ മണവാട്ടിയെ പിന്നെ കാണത്തില്ല, മറ്റാരെങ്കിലും കയറിയിരിക്കും. അപ്പം ഭയാനകമാണോ അത്? അതെ, ഭയാനകമാണ്. പേടിക്കണം. ദൈവസഭ പേടിക്കണം. ഹല്ലേലൂയ. എന്തിനെ പേടിക്കണം? ബാക്കി പാപം ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ നല്ലയാളാ, നല്ലതാ. ഹല്ലേലൂയ. മറ്റുള്ളവരെ പോലെ വഴക്ക് പിടിക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം ശരിയാ. പക്ഷേ ദൈവസ്നേഹം കുറഞ്ഞാൽ, ഹൃദയത്തിൽ കർത്താവിനോടുള്ള അല്ലെങ്കിൽ ആദ്യ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഡെഡിക്കേഷനും സ്നേഹവും കുറഞ്ഞു പോയാൽ സംഭവിക്കുന്നത്, ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ വരും. അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് ഇവിടെ വരും, ഞാൻ വരും. വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നീ ഇരുന്ന നിലയിൽ നിന്ന് നിന്നെ നീക്കിക്കളയും. അവിടെ ഒരു ദാക്ഷിണ്യം കാണുന്നില്ല. അയ്യോ, പണ്ട് പ്രാർത്ഥിച്ചയാളാ, ഇത്ര ഉപവസിച്ചതാ, 40 ദിവസമൊക്കെ ദൈവസന്നിധി ഇരുന്ന് ഉപവസിച്ച കൊച്ചാ, അല്ലെങ്കിൽ സഭയ്ക്ക് അല്ലെങ്കിൽ ആലയം പണിത് കൊടുത്ത കൊച്ചാ, ഇത്ര ദശാംശം കൊടുത്ത ആളാ, ഇത്ര ദൈവദാസന്മാരെ സഹായിച്ചതാ, ഇന്ന മിഷണറികളെ സഹായിച്ചത്. ഇതൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് ആദ്യ കാലത്തെ സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടോ എന്നാ. അത് ഇല്ലാതെ പോയാൽ, ഞാൻ പറഞ്ഞല്ലോ, കുറഞ്ഞെന്നല്ല പറയുന്നത്, വിട്ട് കളഞ്ഞെന്നാ. ഞാനിത് പറയാൻ കാരണം, വിട്ടു പോയോ ഇല്ലയോ നമുക്ക് തന്നെ ഇന്ന് രാത്രി നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഞാൻ സമയം എടുക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞതാണോ, വിട്ട് കളഞ്ഞതാണോ? ഈ രണ്ട് വാക്കിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടാൻ എളുപ്പമാണ്. എന്നാൽ വിട്ട് കളഞ്ഞെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു പ്രവൃത്തിയാ. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. ഹല്ലേലൂയ. കളഞ്ഞു, വിട്ട് കളഞ്ഞു. ഹല്ലേലൂയ. എവിടെയോ കളഞ്ഞു പോയി. അത് എവിടെയാണെന്നാണ് ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. ഹല്ലേലൂയ. ചില സ്നേഹബന്ധങ്ങൾ ഇങ്ങനെയല്ലേ, നമ്മൾ മാനുഷികമായി തന്നെ നോക്കിയാൽ, പണ്ടു തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി പഠിച്ചവരുണ്ട്. LKG തൊട്ട് അല്ലെങ്കിൽ 1-ാം ക്ലാസ് തൊട്ട് ഇത്ര കോളേജ് വരെ ഒരുമിച്ച് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്സുകളുണ്ട്. ഹല്ലേലൂയ. എന്നാ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്ര വർഷം ഞങ്ങൾ കൂട്ടുകാരായിരുന്നു, എന്നാൽ ഇന്ന ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ഞങ്ങളുടെ സ്നേഹം നിന്നുപോയി. ഇന്നിപ്പം വിളിയുമില്ല, പറച്ചിലുമില്ല. അതിന്റെ അർത്ഥം എന്നാ, ആ ഒരു പ്രശ്നത്തിന്റെ അന്നാ ഈ സ്നേഹം ഉള്ളിൽ നിന്ന് വിട്ട് കളഞ്ഞത്. അതിന്റെ അർത്ഥം വിട്ട് കളഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് എന്താന്നാ ഞാൻ പറയുന്നത്. കുറഞ്ഞു പോയതാണെങ്കിൽ പിന്നെയും ആ വ്യക്തിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു കുറ്റബോധവും ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മളെ കുറഞ്ഞതാണെങ്കിൽ നമുക്കൊരു ചിന്തയൊക്കെ വരും. എന്നാൽ കളഞ്ഞതാണെങ്കിലുള്ള കുഴപ്പം, നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ തന്നെ ചില തീരുമാനം എടുക്കും. ഇനി എനിക്ക് മതിയായി, ഇനി ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കത്തില്ല. എന്ന് വെച്ചാൽ എന്താ, ഒന്ന് പോയി ക്ഷമയൊക്കെ ഒന്ന് ചോദിച്ചു ഒന്ന് നിരപ്പാവാൻ ഞാൻ തയ്യാറല്ല. അത് കാരണം നമ്മൾ മനഃപൂർവ്വം കളഞ്ഞതാണ്, വിട്ട് കളഞ്ഞതാണ്. ചിലർ പറയത്തില്ലേ, ഇന്ന വിഷയം ഒന്ന് മാനസാന്തരപ്പെടണമേ, ക്ഷമ ചോദിക്കണമെന്നൊക്കെ. ഇല്ല സിസ്റ്ററെ, ആ വിഷയം ഞാൻ വിട്ട് കളഞ്ഞു. ആ വ്യക്തിയുടെ കാര്യം മാത്രം എന്നോട് പറയണം, ഞാൻ വിട്ട് കളഞ്ഞു. ആ കേസ് ഞാൻ വിട്ട് കളഞ്ഞാന്ന് പറയും. അതിന്റെ അർത്ഥം എന്നാ, അത് മനസ്സിനെ കളഞ്ഞു എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ മനസ്സിലില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഇനി എത്രത്തോളം, ഞാൻ ഇപ്പോഴും പറയാം, ക്രൂശിൽ കണ്ടു ഞാൻ നിന്റെ സ്നേഹത്തെ, ആഴമായ സ്നേഹത്തെ എന്നൊക്കെ പാടുമ്പോഴും ഈ വ്യക്തി ഇങ്ങനെ ഇരിക്കും. ഒരു ഫീലിങ്സും ഇല്ല. കാരണം എന്താ? അയ്യോ സിസ്റ്റർ, അത് 10 വർഷം മുമ്പ് അല്ല 50 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ എനിക്ക് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. ഈ പാട്ടൊക്കെ കേട്ടാ കണ്ണ് നിറയുമായിരുന്നു. ക്രൂശിലെ സ്നേഹം എപ്പോ കേട്ടാലും കണ്ണ് നിറയായിരുന്നു. ഇപ്പൊ കണ്ണ് നിറയ്ക്കാൻ എത്ര പ്രാവശ്യം പാട്ടുകാർ ശ്രമിച്ചാലും കണ്ണും നിറയത്തില്ല. ഹല്ലേലൂയ. ഇരിക്കുന്നത് പോലെ ഇരിക്കും, ഒരു സ്തോത്രം പോലും വായിന്ന് വരത്തില്ല. എന്തുകൊണ്ടാ? വിട്ടുകളഞ്ഞു. എന്ന് വിട്ടുകളഞ്ഞെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ പുറകെ പോയപ്പോൾ, ലോക മാലിന്യങ്ങൾ അകത്ത്
കയറിയപ്പോൾ, ഹല്ലേലൂയ, ഇമ്പമെന്ന് തോന്നുന്ന പലതിലേക്കും കണ്ണുകൾ പോയപ്പോൾ ക്രൂശിലെ സ്നേഹത്തെ മറന്നുപോയി ദൈവസഭ. ഇവിടെ എഫെസസ് സഭയെ കുറിച്ച് നല്ലത് കുറെ പറയുന്നുണ്ട്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, 10 നല്ല കാര്യം ചെയ്തില്ലേ ഈ സഭ? ഒരു കുറവല്ലേ ഉള്ളോ? ഒന്ന് കൺസിഡർ ചെയ്തുകൂടെ കർത്താവിന്? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ചില ഭാര്യമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ ഇച്ചായ നല്ല മനുഷ്യനാ, എന്തോ വീട്ടിൽ സാധനം മേടിച്ചു തരും, മക്കൾക്ക് ഫീസ് കൊടുക്കും, അധ്വാനിക്കുന്ന മനുഷ്യനാ, എല്ലാം ഉണ്ട്, എല്ലാവർക്കും നല്ലവനാ, പക്ഷെ എന്നെ എന്റെ മക്കളോടും സ്നേഹമില്ല. ദൈവമക്കളെ, നല്ല മനുഷ്യനാണോ? വീട്ടിലെ കാര്യം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നോടും എന്റെ മക്കളോട് സ്നേഹമില്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം ആ പ്രാധാന്യത നിങ്ങളൊന്ന് ഓർത്ത്, ഞാൻ ഈ പറഞ്ഞ വാക്യവുമായിട്ട്. ഇതുപോലെയാ, നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും, ഞാൻ പറഞ്ഞില്ലേ, ദശാംശം കൊടുക്കുന്നുണ്ടാവാം, ചർച്ചിൽ പോകുന്നുണ്ടാവാം, ആരാധന ലീഡ് ചെയ്യുന്നുണ്ടാവാം, പ്രസംഗിക്കുന്നുണ്ടാവാം, എല്ലാ കാര്യത്തിനും ഫ്രണ്ടിലുണ്ട്. പക്ഷെ കർത്താവ് നോക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ പ്രവൃത്തിയുടെ പൂർണ്ണത എവിടെയാ? കർത്താവ് അളക്കുന്ന സ്കെയില് നമ്മളെ ജഡ്ജസ് കലോത്സവത്തിന് മാർക്കിടുന്ന പോലെയല്ല. കർത്താവ് ഹൃദയമാണ് നോക്കുന്നത്. പക്ഷെ കലോത്സവത്തിന് മാർക്കിടുന്നവരെന്തോ നോക്കുന്നത്? പെർഫോമൻസാ. ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടത് പെർഫോമൻസ്. പ്രൈസ് ലോർഡ്. യാ, സോ ഞാൻ പറഞ്ഞത്, ഇന്ന് ദൈവസഭ നോക്കുന്നത് മുഴുവൻ പെർഫോമൻസാ. പുറമേ ഒരാൾ ആത്മീയയാണോന്ന് നോക്കുന്നത്. കർത്താവ് മുകളിൽ നിന്ന് ഇനി നമ്മൾ എത്രയൊക്കെ നല്ലതായിട്ട് വർഷിപ്പ് ലീഡ് ചെയ്താലും, എത്ര നല്ല പ്രസംഗം പ്രസംഗിച്ചാലും, നമ്മൾ എല്ലാ ലേഡീസ് മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ ചർച്ചിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുന്നിട്ട് നിന്നാൽ, എന്റെ കർത്താവ് ഇപ്പോൾ ഞാൻ ഇവിടെ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവ് നോക്കുന്നത്, എന്റെ ഹൃദയത്തെ നോക്കുന്നത്, അക്സേ നീ വചനം പറയുന്നത് എന്നോടുള്ള മുഴുവൻ സ്നേഹം കൊണ്ടാണോ, അതോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കിട്ടിയത് കൊണ്ട് വെറുതെ പ്രസംഗിക്കുവാണോ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ ജീസസ് എന്ത് ചിന്തിക്കുമെന്ന് ഓർത്താണോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ വചനം കേൾക്കണം, എല്ലാരും പറഞ്ഞത് കൊണ്ടൊന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കാം, ഈ മനോഭാവത്തോടെയാണ് ഇരിക്കുന്നത്? ദൈവമക്കളെ, കർത്താവ് ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ ഏത് സ്കെയിലിൽ അളക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഹല്ലേലൂയ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം. ആ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യ സ്നേഹം എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്നാ? ഞാൻ എന്റെ കർത്താവിനെ അറിഞ്ഞ കാലത്ത്, രക്ഷിക്കപ്പെട്ട സമയത്ത്, സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്ന സമയത്ത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച സമയത്ത്, അല്ലെങ്കിൽ ഞാനും എന്റെ ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം എന്തായിരുന്നെന്നറിയാമോ? എപ്പോഴും കർത്താവേ കർത്താവേ യേശുവേ എന്നൊരു വിളി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സമയത്ത് എനിക്കൊരു കാര്യം അറിയാം, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇമ്പം എനിക്ക് വേണ്ട. കാരണം ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പോകണം യേശുവിന്റെ പാത നോക്കി. ക്രൂശായിരുന്നു നമ്മുടെ ഫോക്കസ്. ഹല്ലേലൂയ. എന്നാൽ അല്പകാലം മുന്നോട്ട് പോയപ്പോൾ ആത്മീയത വെറും ഒരു പെർഫോമൻസ് ആയി മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. പിന്നീട് മടി വരിക. ദൈവജനമേ, നിങ്ങളുടെ ആദ്യ സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? വിട്ടുകളഞ്ഞിട്ടുള്ളതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്, ആത്മീക കാര്യങ്ങളിൽ മടുപ്പ് നേരിടുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആദ്യ സ്നേഹം കുറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിലേയും കൂടെ ഞാൻ പരിശോധിച്ചുകൊണ്ട് അത് പറയുന്നത്. ഹല്ലേലൂയ. പണ്ടൊക്കെ ഒരു വീട്ടിൽ കൂട്ടായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ കൊതിയ, സ്കൂള് വിട്ട് ഓടി വന്ന് ഹല്ലേലൂയ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഹല്ലേലൂയ വീടുകളിൽ പോകുവാൻ, വചനം കേൾക്കാൻ കൊതിയ. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എപ്പോഴും നമ്മൾ ഒരുക്കണം, ഹല്ലേലൂയ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അന്ന് വചനത്തോട് ഒരു ആക്രാന്തം ഉണ്ടായിരുന്നു. വചനം കേൾക്കുവാൻ, വചനം അനുസരിക്കാൻ, അടുത്തതെന്താ പ്രാപിക്കേണ്ടത്, അടുത്തതെന്താ ചെയ്യേണ്ടെന്നുള്ളൊരു ചിന്ത. എന്നാൽ ഇന്ന് വന്ന് ദൈവജനത്തിന് വചനം വേണ്ട. ഹല്ലേലൂയ. ഇന്നും രാവിലെ എനിക്ക് അല്ലെങ്കിൽ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, അത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഈ യൂട്യൂബിൽ ഇപ്പം വ്യൂവേഴ്സിനെ ബേസ് ചെയ്ത മെസ്സേജുകൾ കാണുന്നത്, ഏറ്റവും കൂടുതൽ മില്യൺസ് ഒക്കെ വ്യൂസ് ഉള്ള മെസ്സേജുകൾ ആൾക്കാർ കാണും. അപ്പൊ നോക്കുമ്പോൾ നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദേശത്ത് ദൈവം നിന്നെ മാനിക്കും എന്ന് പറയുന്ന മെസ്സേജുകൾക്കൊക്കെ ഭയങ്കര വ്യൂ ആ. എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കണം,
എങ്ങനെ വിശുദ്ധരാകാം, എങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, ഈ മെസ്സേജുകൾക്കൊക്കെ ഉണ്ടല്ലോ 60 പേര് 100 പേരൊക്കെ വ്യൂ ഉള്ളൂ. കാരണം ഇതൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ ഇന്ന് ആർക്കാ അത് കേൾക്കേണ്ടത്? ഞാൻ ഇപ്പോഴും പറഞ്ഞു വരിക, ആദ്യ സ്നേഹം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ആദ്യ സ്നേഹം വിട്ടുപോയവർക്ക് കർത്താവിന്റെ വരവെന്ന് കേൾക്കുമ്പോൾ അകത്തൊരു വെപ്രാളമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ കർത്താവ് വന്ന് വരുവോ, അയ്യോ ഇന്നെങ്ങാനും വരുവോ, എന്തിനീ ഭയം? കാരണം ആദ്യ സ്നേഹം കുറഞ്ഞിട്ടുണ്ട്. കാരണം സ്നേഹമുള്ളവർക്ക് കർത്താവ് വരിക എന്ന് പറയുമ്പോൾ എന്തുവാ, ഭയങ്കര ആഗ്രഹം. അയ്യോ ഇന്നൊന്ന് വന്നാ മതിയായിരുന്നു, ഇന്ന് എന്റെ കർത്താവിനെ എനിക്കൊന്ന് കാണായിരുന്നു, ആ പ്രാണപ്രിയന്റെ മുഖം എനിക്കൊന്ന് കാണായിരുന്നു, ഈ ഒരു ചിന്ത വരും. അല്ലെങ്കിൽ അതുകൊണ്ട് വന്ന വ്യത്യാസം ഞാൻ പറയാം. പണ്ടൊക്കെ ചർച്ചുകളിൽ ആശീർവാദം പറയുമ്പോൾ, അല്ലെങ്കിൽ എന്റെയൊക്കെ ചർച്ച പപ്പായും ഞങ്ങളുടെ വല്യപ്പച്ചനൊക്കെ പറഞ്ഞ ആശീർവാദം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുവാ, ആമേ കർത്താവേ വേഗം വരണമേ, അത് ഉറക്ക പറയുമായിരുന്നു. ഇന്ന് ഞാൻ പോകുന്ന ഒരു ചർച്ചസിലും ഞാൻ കേൾക്കുന്നില്ല ആമേ കർത്താവേ എന്ന് പറയുമ്പോഴത്തേന് ഒന്നുമില്ല, സൈലൻസാ. പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ വെച്ചു. വേഗം എന്നൊരു വാക്യേ ഇല്ല. വരണോന്ന് വല്ലോരും ഒന്നോ രണ്ടോ പേര് പറഞ്ഞോളൂ. അതിന്റെ അർത്ഥം എന്നാ, ഇപ്പോഴെങ്കിലും വേഗം വരല്ലേ, എന്റെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ വരാവുള്ളേ, എന്റെ കർത്താവ് ഇപ്പോഴെങ്കിലും വരല്ലേ, വീടിന്റെ പണി കഴിഞ്ഞിട്ടേ വരാവുള്ളേ, കർത്താവ് ഇപ്പോഴെങ്കിലും വരല്ലേ, എന്റെ കൊച്ചിന്റെ MBBSന്റെ അഡ്മിഷൻ കഴിഞ്ഞിട്ടേ വരാവുള്ളേ. ഇങ്ങനെയുള്ള ചിന്തകളാ. കാരണം എന്താ, ഇപ്പൊ കർത്താവിനുള്ളതല്ല വേണ്ടത്, കർത്താവിനോടുള്ള സ്നേഹമല്ല പ്രധാനം, പകരം ഈ ലോകം, എന്റെ കുടുംബം, എന്റെ മക്കള്, എന്റെ കുഞ്ഞിന്റെ ഭാവി. ഇങ്ങനെ ചിന്തയുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിക്കുക, കേട്ടോണ്ടി, കർത്താവ് ഇപ്പൊ വരണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? കർത്താവ് ഇപ്പൊ വന്നാൽ എനിക്ക് പോണം, എനിക്ക് എന്റെ കർത്താവിനെ കാണണം, മറ്റൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന് പറയാ. അല്ല, ഇപ്പൊ പറയാം സിസ്റ്റർ അത് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല, ആദ്യ സ്നേഹം വിട്ടുപോയി, ആദ്യ സ്നേഹം വിട്ടുപോയി. അപ്പോൾ ആദ്യ സ്നേഹം വിട്ടുപോയതിന്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഹല്ലേലൂയ പുറത്ത്, പണ്ടൊക്കെ ആണെങ്കിൽ മിക്ക വീടുകളിലും ഭർത്താക്കന്മാർ ഹല്ലേലൂയ ഗൾഫ് രാജ്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. 1 വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ കത്ത് വരും, ഞാൻ വരുവാ, എനിക്ക് ഒരാഴ്ചത്തെ ലീവ് ഉണ്ട്. ഹല്ലേലൂയ ദൈവമക്കളെ, എന്തോ ഹല്ലേലൂയ തിരക്കാ വീട്ടില്, അല്ലെങ്കിൽ എന്തൊക്കെ ഉത്സാഹങ്ങളാ വീട്ടില്. ഹല്ലേലൂയ കുക്ക് ചെയ്യുന്നു, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യ, മക്കള് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ അപ്പം വരുന്നതിനെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ ഞാൻ ചോദിക്കുന്നു, ഇന്ന് സ്വർഗീയ മണവാളൻ വരുന്നുണ്ടെന്ന് ഹല്ലേലൂയ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. കർത്താവ് വരുന്നെന്ന് പറയുമ്പോൾ എത്ര പേര് തങ്ങളെ തന്നെ ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുക്കത്തിന്റെ ലക്ഷണം എന്താ? ഹല്ലേലൂയ കലണ്ടറിലെ ഡേറ്റുകൾ ഇങ്ങനെ വെട്ടി വെട്ടി ഇട്ടേക്കും. അല്ലെങ്കിൽ ഇനി ഒരു ദിവസം കൂടെ ഉള്ളു അച്ചായൻ വരാൻ, അല്ലെങ്കിൽ 2 ദിവസം കൂടെ ഉള്ളു, ഇങ്ങനെ ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട് വീട്ടിൽ. എന്നാൽ ഇന്ന് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ താൻ ഒരു മണവാട്ടിയാണെന്ന് മറന്നേ പോയി. ഹല്ലേലൂയ. ആദ്യ സ്നേഹമൊക്കെ വിട്ടുകളഞ്ഞു, എവിടെയോ അതൊക്കെ പോയി. ഹല്ലേലൂയ. ചിലപ്പോ സഭകളിൽ നേരിട്ട പ്രയാസങ്ങൾ കൊണ്ടാവാം, വിശ്വാസ സമൂഹത്തിൽ നിന്ന് നേരിട്ട ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നേരിടുന്ന കഷ്ടതകളുടെ അല്ലെങ്കിൽ ഭയാനകത്വം കൊണ്ടാവാം. എന്നാൽ എവിടെയൊക്കെയോ ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു. വിട്ട് കളഞ്ഞതിന് ഇനി നമ്മൾ ഒന്ന് ചെയ്യേണ്ട കാര്യം ഇവിടെ തന്നെ പറയുന്നുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ ഏതിൽ നിന്ന് വീണിരിക്കുന്നു, ഞാൻ അതിന്റെ പല വേർഷൻസ് ബൈബിൾ ഇങ്ങനെ വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻസ് ബൈബിൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നീ എത്ര ഉയരത്തിൽ നിന്ന് വീണിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. How far you have fallen. നീ എത്ര ഉയരത്തിൽ നിന്ന് വീണ, അതിന്റെ അർത്ഥം എന്നാ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തീയ ജീവിതം തുടങ്ങിയപ്പോൾ നമ്മൾ അങ്ങ് ക്രിസ്തുവിനോടുകൂടെ ഉന്നതങ്ങളിലായിരുന്നു, ഉയരത്തിലുള്ളതാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൊത്തം എന്തായിരുന്നു? ലോകം വേണ്ടായിരുന്നു, ഭൂമിയിൽ ഒന്നും വേണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ യാത്ര തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ താഴെയുള്ളതിലേക്ക് പതുക്കെ നോട്ടം വന്നത്. പലതിലേക്ക് നോട്ടം വന്നപ്പോ എന്ത് ചെയ്യുന്നറിയോ, മേളിൽ നിന്നുള്ള പിടി അങ്ങ് വിട്ട് നേരെ ഇപ്പൊ താഴെ വന്ന് കിടക്കുക. അത്ര ഉയരത്തിൽ നിന്ന് വീണുപോയി. ഇനി ഒന്ന് ഓർത്തേ, ഇനി ഈ ഉയരത്തിലേക്ക് അതേ പണ്ടുണ്ടായിരുന്ന ആ ഉയരത്തിലേക്ക് ഇനി കയറണമെങ്കിൽ ഇച്ചിരി പാടാം. അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടെ പറഞ്ഞേ, നീ ആദ്യം ചെയ്ത പ്രവൃത്തി ചെയ്യാൻ, അതായത് ഈ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഞാൻ ഇനി ചെയ്യേണ്ടത് പ്രവൃത്തിയാണ്.
ഇനി ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ആത്മാവിൽ ഈ ദൂത് പറയുന്നതിന്റെ കാരണം ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഇനി നമ്മുടെ ഈ ദൈവസഭയ്ക്ക് മുമ്പിൽ ലഭിച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ചില തിരുത്തലുകൾ, മാനസാന്തരത്തിന്റെ സമയമായത്. അല്ലെങ്കിൽ കർത്താവ് വരാറായി ദൈവമക്കളെ. നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഇനിയും വേഗം വരണേ എന്ന് പറഞ്ഞില്ലേലും കർത്താവ് വരും, ഒരുങ്ങിയിരിക്കുന്ന സഭയെ ചേർത്തോണ്ട് പോകും. അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യാമെന്ന് ചിന്തിച്ചാൽ ആരുമില്ല ഇവിടെ, പരിശുദ്ധാത്മാവ് പോലും ഇല്ല. പരിശുദ്ധാത്മാവ് തന്റെ സഭയെ ഒരുക്കിക്കൊണ്ട് പോയി. അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കരുത്. അതുകൊണ്ട് ഇന്ന് ആത്മാവ് ഈ ദൂത് നിങ്ങളോട് കൈമാറുന്നത്, അല്ലെങ്കിൽ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? മടുപ്പ് തോന്നുന്നുണ്ടോ? ആത്മീക ജീവിതത്തില് ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമില്ലേ? വചനം വായിക്കാൻ തോന്നാറില്ലേ? പ്രാർത്ഥിക്കാൻ തോന്നാറില്ലേ? പണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാ, എന്നാൽ ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഷ്ടിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? അതിന്റെ അർത്ഥം ആദ്യ സ്നേഹം വിട്ടുപോയി. ഞാൻ ചോദിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ആദ്യമായിട്ട് വിദേശത്തൊക്കെ പോകണമെങ്കിൽ എത്ര മണിക്കൂറുകളാണ് ഭാര്യമാര് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് സംസാരിക്കുന്നത്? 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാ. സമയം പോകുന്നത് അറിയത്തില്ല. എന്നാൽ പിന്നെ മക്കളൊക്കെ ആയി മുന്നോട്ടൊക്കെ പോകുമ്പോ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് 2 വാ അച്ചായ മതി, ആ ശരി, ഓക്കെ, ശരി, അത്രേ ഉള്ളൂ. കാരണം ആദ്യത്തെ അത്രയും ഇതിൽ സന്തോഷമൊന്നും ഇപ്പൊ ഇല്ല. അല്ലല്ല, ഇപ്പൊ കുടുംബമായി, പ്രാരാബ്ധമായി, മക്കളായി, കൊച്ചുമക്കളായി, ഇതുപോലെ ക്രിസ്തുവും അന്നൊക്കെ എന്ന് പറഞ്ഞ ഭർത്താവ്, അല്ലെങ്കിൽ ആ ആദ്യ കാലത്ത് വിവാഹം കഴിഞ്ഞ കാലത്ത് ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഇന്ന് കുറഞ്ഞു വരിക. ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. പൗലോസ് ഇത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അപ്പോൾ ആദ്യ സ്നേഹം കുറയാൻ ഉണ്ടായ രണ്ടാമത്തെ കാരണം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ടു പോകുന്ന പഴയ പാമ്പായ സർപ്പം ഇന്നുമുണ്ട്. എന്തുവാ? സാത്താൻ. അവൻ എന്തുവാ ചെയ്യുന്നത്? ഹൃദയത്തിനകത്ത് ഏകാഗ്രതയോടുകൂടി, ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ഓർത്ത്, നിങ്ങളിപ്പോ സൂമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, ഓണാക്കി വീഡിയോ ഒക്കെ ഓണാക്കി ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ചിന്തകൾ എവിടെയൊക്കെ പിശാച് കൊണ്ടുപോകുന്നുണ്ടെന്നറിയോ? കാരണം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിങ്ങളുടെ ഹൃദയം വരരുത്. ഇവിടെ ഇരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നാളെ എന്തോ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നാളത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം അത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഇരിക്കാൻ പറ്റില്ല. കാരണം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് വിട്ടുകളയുക. എന്തുകൊണ്ട്? ഏകാഗ്രത വന്നാൽ എന്ത് സംഭവിക്കും? ഏകാഗ്രതയോടുകൂടി ഇരുന്നാൽ ക്രിസ്തു നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളോട് സംസാരിക്കും. അത് കേൾക്കുവാൻ നമുക്ക് തോന്നും, അത് ചെയ്യുവാൻ നമ്മളെ ഇടയാക്കി തീർക്കും. എന്നാൽ ഇത് നഷ്ടമാക്കി കളയാൻ ആദ്യം പിശാച് ചെയ്യുന്നത് നിന്റെ ഏകാഗ്രതയെ കെടുത്തിക്കളയും. ആലയത്തിൽ പോയി ആരാധനയ്ക്കിരിക്കുമ്പോൾ പാട്ട് പാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ തെറ്റിപ്പോകുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നു. ദൈവാത്മാവ് പറയുക, ആദ്യ സ്നേഹം വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ പറയുക, ഹല്ലേലൂയ, അല്ല ഞാൻ വരികയും നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കൾ, അതിന്റെ ഭയാനത ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഇന്നും കർത്താവ് വരാൻ തടസ്സമായിട്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നോക്കുന്നത്, ഞാൻ കൊല ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, ഇതൊക്കെ ആയിരിക്കും ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത്. എന്നാൽ ആദ്യ സ്നേഹത്തെ കുറിച്ച് ആരും ചിന്തിക്കും. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തു ഇരിക്കുന്നിടത്തേക്ക് ഞാൻ പോകണമെങ്കിൽ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹമല്ലേ എന്നെ കണക്ട് ചെയ്യുന്നത്? സ്നേഹത്തിൽ നിന്നല്ലേ വിശ്വാസം വരുന്നത്? അല്ലേ? വിശ്വാസമാണ് ആദ്യം ജനിക്കുന്നത്, സ്നേഹമാണ്. സ്നേഹമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, സ്നേഹം, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, ക്രിസ്തു എന്നെ സ്നേഹിച്ചു, ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ആ ക്രിസ്തുവിനോട് എനിക്കൊരു സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നാ പിന്നെ വിശ്വാസം വരുന്നത്. ആ വിശ്വാസത്തിൽ നിന്നാ പിന്നെ ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇവയൊക്കെ ഭയങ്കര നല്ലതാ. എന്നാൽ ഇതിൽ വലുത് സ്നേഹം തന്നെയാ ദൈവമക്കളെ. സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം ബൈബിളിൽ പറയുന്ന ഒരു വാർത്ത എനിക്ക് ഭയങ്കര എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇത് അന്ത്യകാലത്ത് പറയുന്ന ഒരു കാര്യം, മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്നു. അതിന്റെ അർത്ഥം എന്നാ? ഇത്രയും നാളും ക്രിസ്തുവിനെ ധരിച്ചേക്കുമായിരുന്നു.
ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നോണ്ട് പറയുന്നു. ക്രിസ്തുവിനെ ധരിച്ച സ്നാനക്കുളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതല്ലേ? പഴയ അക്സയെ കുഴിച്ചിട്ടു. പുതിയ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ധരിച്ചു, ക്രിസ്തുവിനെ ധരിച്ചു. ക്രിസ്തു ഞാനുമായിട്ട് ഒരു ഭയങ്കര ബന്ധത്തില. സ്നാനക്കുളത്തിൽ നിന്ന് ഇറങ്ങി എഴുന്നേറ്റ് വന്നു. സ്നേഹവും കർത്താവുമായിട്ടുള്ള ബന്ധത്തില. ഭയങ്കര സ്നേഹമാ. എപ്പോഴും സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്പകാലങ്ങൾ കഴിഞ്ഞപ്പോ എന്ത് പറ്റുവാ? ആദ്യ സ്നേഹം കുറയുന്നതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിനെ അങ്ങോട്ട് മാറ്റി വെക്കും. പിന്നെ ഞാനാ എന്റെ ദൈവം. പ്രത്യേകത എന്താ? എനിക്ക് പിന്നെ എന്നോടാ ഭയങ്കര സ്നേഹം. എന്നോടാ സ്വസ്നേഹമാ. ഞാന്, എന്റെ ഭർത്താവ്, എന്റെ മക്കള്. ആത്മീയതയൊക്കെ പിന്നെ. അയ്യോ, എന്റെ മക്കളുടെ വിദ്യാഭ്യാസം, എന്റെ മക്കളുടെ എക്സാം, പ്രാർത്ഥന പിന്നെ. ഹല്ലേലൂയ. ഉപവാസം പിന്നെ. വചനം, കുടുംബ പ്രാർത്ഥന. അയ്യോ, അത് കൊച്ചിന്റെ പഠിത്തം കഴിഞ്ഞിട്ട്. അയ്യോ, കൊച്ചിന്റെ എൻട്രൻസ് വരുന്നു, കൊച്ചിനെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ പ്രാർത്ഥിക്കാനൊന്നും വരാൻ സമയമില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. ക്രിസ്തുവിനെ ധരിച്ചപ്പോൾ ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതത്തിൽ എന്റെ മുഴുവൻ ക്രിസ്തു ആയിരുന്നു. അന്നത്തെ ഞാനിപ്പോഴും ഓർക്ക് പണ്ടത്തെ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ മുദ്രാവാക്യം തന്നെ ഇതായിരുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും. അതായിരുന്നു പണ്ടത്തെ കാലഘട്ടം. ആദ്യം കർത്താവിന് എല്ലാം ആദ്യം അവര് കർത്താവിന് കൊടുക്കുമായിരുന്നു. ആദ്യം ഫലം കർത്താവിന് കൊടുക്കുമായിരുന്നു. ഇന്നൊക്കെ ആർക്കാ ഇത് വേണ്ടത്? ആദ്യ സ്നേഹം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർക്ക് എല്ലാത്തിന്റെ ആദ്യം അവർ കർത്താവിന് കൊടുക്കുമായിരുന്നു. ഇന്നും ദൈവകൃപയാൽ എന്റെ പപ്പായും മമ്മി ഇരിക്കുന്ന കോട്ടയം സഭയിൽ ഇന്നും ഞങ്ങൾക്ക് പിടിയരിയും ആദ്യഫലം ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മേശയുടെ താഴെ ഇന്നും ഞങ്ങളുടെ വിശ്വാസികൾ കൊണ്ടുവന്ന് ആദ്യഫലം കൊണ്ട് വെക്കും. ഹല്ലേലൂയ. കൃഷിയുടെയും ആദ്യത്തെ ഫലം ചിലപ്പോൾ 3-4 പച്ചമുളകേ കാണത്തുള്ളൂ. അതുകൊണ്ട് വെക്കും. ദൈവദാസന്, ദൈവമക്കൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കും. അല്ലെങ്കിൽ പിടിയേരി കൊണ്ട് കൊടുക്കും. ഇതൊക്കെ അല്ലെങ്കിൽ കാണിക്കുന്ന കർത്താവിനോടുള്ള സ്നേഹത്തെ ആയിരുന്നു. എല്ലാം ദൈവത്തിന്, ദൈവനാമത്തിന്. അത് ചെയ്യാനും ഓടാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്കും ഒക്കെ സ്നേഹം. എന്നാൽ ഇന്ന് വന്ന് ദൈവമക്കളെ ദൈവ സ്നേഹം പോയിട്ട് മനുഷ്യർക്ക് ആരോട് സ്നേഹമില്ല. ഇപ്പോൾ ഉള്ളത് ആകെ സ്വസ്നേഹമാണ്. എനിക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ വാക്കാ ഇതൊക്കെ. കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ. ഇന്നത്തെ തലമുറകളോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കാം. മോളെ, പപ്പായുടെ സ്നേഹമില്ല മമ്മി, എനിക്ക് നിങ്ങളോട്, എനിക്ക് എന്നെ സ്നേഹിച്ചാൽ മതി, എനിക്ക് എന്റെ കാര്യം അറിഞ്ഞാൽ മതി. സ്വാർത്ഥത. ക്രിസ്തു പറയുന്നുണ്ട്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. അതാണ് ആദ്യത്തെ റൂള്. ഇന്ന് ഞാൻ പറയുമ്പോൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരിക. ഹല്ലേലൂയ. സെൽഫ് ഡിനയൽ. തന്നെത്താൻ ത്യജിക്കുന്നില്ല. പണ്ട് ത്യജിച്ചതിനെ പലതിനെയും തിരിച്ചെടുത്തു. പണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം വന്നപ്പോ ഉണ്ടല്ലോ, ആദ്യ സ്നേഹം ഉണ്ടായിരുന്നപ്പോ ഉണ്ടല്ലോ, എന്നെ വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ കർത്താവ് മതി. ഹല്ലേലൂയ. കർത്താവിനോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതായിരുന്നു ഹല്ലേലൂയ മുന്നിൽ നിന്നത്. എന്നാൽ ഇന്നത് മാറി. ഹല്ലേലൂയ. തന്നെത്താനുള്ള സ്നേഹം മടങ്ങി വന്നു. എന്റെ ശരീരം, എന്റെ ജീവിതം, എന്റെ ഇഷ്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കണ്ണു വരാൻ തുടങ്ങി. മറ്റാർക്ക് വേദനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പാപം ചെയ്യുമ്പോൾ എന്റെ കർത്താവ് വേദനിക്കുക എന്നുള്ള ചിന്തയില്ല ഇന്ന് ദൈവസഭയ്ക്ക്. അതുകൊണ്ട് എന്താ ദൈവത്തോടുള്ള സ്നേഹം കുറയുന്നത്? അടുത്ത് തിരിച്ചു പറയുന്നത് എങ്ങനെയാന്ന് വെച്ചുള്ള മനുഷ്യരോടുള്ള റിലേഷൻഷിപ്സിൽ നമുക്കറിയാം ദൈവസ്നേഹം കുറഞ്ഞു. ഹല്ലേലൂയ. അതിനുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം എവിടെയാണ് നമുക്ക് മനസ്സിലാവും? ദൈവത്തോടുള്ള സ്നേഹം അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു വചനം വായിക്കാം. 1 യോഹന്നാൻ 4:19. അതിങ്ങനെയാണ് പറയുന്നത്. 1 യോഹന്നാൻ 4:19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അതിനു മുമ്പുള്ള വാക്കുകൾ ഞാനൊന്ന് വായിക്കാം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന വചനമാണ്. എന്നാൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭ ഇത് അറിയണം. ഇത് എഫേസോസ് സഭയ്ക്ക് പറഞ്ഞതല്ലേ സിസ്റ്റർ, ഇത് നമുക്ക് ഹല്ലേലൂയ ഇതുള്ള നമ്മളോടാണോ എന്ന് ചോദിച്ചാൽ നമ്മളോടുള്ളതാ. ഹല്ലേലൂയ. ചില രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ കോവിഡ് വന്നപ്പം ഒരാൾക്ക് വന്ന കോവിഡിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടായിരിക്കും ലോകത്തെ മൊത്തം വാൺ ചെയ്യുന്നല്ലേ.
കോവിഡ് വന്നപ്പം ഡോക്ടേഴ്സ് എല്ലാവരും വീഡിയോയിലൊക്കെ വന്ന് ഭയങ്കര യൂട്യൂബിലൊക്കെ വന്ന് ലൈവായിട്ടൊക്കെ വന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു. കാസർഗോഡ് അല്ലെങ്കിൽ കോട്ടയത്ത് അല്ലെങ്കിൽ മാവേലിക്കരയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഇന്ന രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന രോഗലക്ഷണങ്ങളാ. അവർക്ക് രോഗലക്ഷണം വന്നുകൊണ്ട് എനിക്ക് വരത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അതിന്റെ അർത്ഥം ഇത് പടരുന്നതാ. മനസ്സിലായോ? ഇത് പടരുന്നതാ, മറ്റുള്ളവരിലേക്കും വരുന്നതാ. അന്ന് എഫെസോസ് സഭയോട് പറഞ്ഞതല്ലേ, ഇത് നമുക്ക് ബാധകമല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ സഭയിലുണ്ടെങ്കിൽ ഇന്ന് ദൈവസഭയിൽ ഏറ്റവും കൂടുതലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അറ്റ്ലീസ്റ്റ് ഈ എഫെസോസ് സഭയെ കുറിച്ച് ഈ ഒരു 2 കുറവാ കർത്താവ് പറഞ്ഞത്, എങ്കിലും എന്ന് പറഞ്ഞിട്ട് അല്ലേ. പക്ഷെ പല നന്മ പറയാനുണ്ടായിരുന്നു. എന്റെ ചോദ്യം, ഇന്ന് ക്രിസ്തു നിങ്ങളെ കുറിച്ചാ പക്സ എന്ന സഭയെ കുറിച്ച് എഴുതുന്നതെങ്കിൽ എന്ത് നന്മപ്രവൃത്തി എന്നെ കുറിച്ച് പറയാനുള്ളത്? ഇവരെ കുറിച്ച് കുറച്ച് നന്മപ്രവൃത്തിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത് അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ദൈവമക്കളെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ വായിച്ചപ്പോ ഞാൻ ഓർത്ത് കർത്താവ് ഈ ഇത്രയും കാര്യം ചെയ്താൽ മതി, കർത്താവ് വന്നാൽ കൊണ്ടുപോകുന്ന വിചാരിച്ചത്. എന്റെ നാമനിമിത്തം സഹിക്കാന്നൊക്കെ പറഞ്ഞ ദൈവമക്കളെ, നിങ്ങൾ എന്തുവാ ചിന്തിച്ചത്? കർത്താവിന്റെ നാമനിമിത്തം കാട്ടമൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞ സന്തോഷമല്ലേ? നമ്മളൊക്കെ ഭയങ്കര ക്രെഡിറ്റ് പറയും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടി കൊണ്ട ആളാ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ എന്റെ വീട് വിട്ടതാ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ അത് ചെയ്തു, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഇത് ചെയ്തു. ഞാൻ എന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ടെന്നറിയാം. നിന്നെ അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി കടന്നിട്ടുണ്ട്. പണ്ട് ഇറങ്ങിയ സമയത്ത് സത്യമാ, അത് പറയുന്നുണ്ട് ദൈവം. എഫെസോസ് സഭയോട് പറയുന്നുണ്ട്, മോനെ ഇതൊക്കെ സത്യമാ, ഈ പറയുന്നതൊക്കെ സത്യമാ. അന്ന് എല്ലാം ഉണ്ടായിരുന്നു. സഹിച്ചതാ, പട്ടിണി കിടന്നതാ, കഷ്ടപ്പെട്ടതാ, സഹിച്ചതാ, എല്ലാം കറക്റ്റാ. പക്ഷെ ഒരു കുഴപ്പം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്ന ദൈവമാ. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, നമ്മുടെ പ്രവൃത്തി ദൈവം അറിയുന്നുണ്ടെന്ന്. പക്ഷെ ഇന്ന് പലരും പല പ്രവൃത്തിയും ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയാം? ദൈവത്തിന് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടിയാ. ഞാൻ ഇന്നൊരു കാര്യം ചെയ്യുന്നു, അത് ഇത്ര പേരൊന്ന് അറിയണം, കാണണം. മനസ്സിലാവുന്നുണ്ടോ? ലോകം മൊത്തം ഒന്ന് അറിയണം ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? മുകളിൽ ഇരുന്ന് കർത്താവ് പറയാം, ചെയ്തു, കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെയ്തു, പ്രവൃത്തിയൊക്കെ നല്ല പ്രവൃത്തികളാ ചെയ്യുന്നത്. ചർച്ച വെച്ച് കൊടുക്കുന്നതും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കർത്താവ് അറിയുന്നുണ്ട്. എന്നാൽ കർത്താവ് പ്രവൃത്തി അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവൃത്തിയുടെ വലിപ്പത്തെയല്ല കർത്താവ് നോക്കുന്ന, ആ പ്രവൃത്തി എന്ന മനസ്സാണ്. ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി വലുതാ കർത്താവിന്റെ മുമ്പിൽ. എന്നാൽ കർത്താവ് നോക്കുന്ന എന്റെ മനസ്സാ, ഞാൻ അത് എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാ. അതിന്റെ പിൻപിലുള്ള എന്റെ ഇന്റൻഷനാ കർത്താവ് നോക്കുന്നത്. അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ കൊടുക്കുന്നത്, അതോ 10 പേർ അറിയാൻ വേണ്ടിയാണോ, മനുഷ്യന്റെ ക്രെഡിറ്റിന് വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത്? ദൈവമക്കളെ, ഇന്ന് പലപ്പോഴും ദൈവസഭകളിലും ദൈവമക്കളിലും പറ്റിപ്പോകുന്ന തെറ്റെന്താണെന്നറിയാമോ? പല പ്രവൃത്തി നമ്മൾ മനുഷ്യന്റെ പ്രീതിക്കും മനുഷ്യന്റെ ഇഷ്ടത്തിനും മനുഷ്യന്റെ കൈകൊട്ടിനും വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് പറയുക, മോനെ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ട് കേട്ടോ. നീ എന്ത് മനസ്സിലിരുത്തിക്കൊണ്ടാ ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. നീ ഇതൊക്കെ സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ളപ്പോഴും ഇതൊക്കെ നീ ചെയ്തു. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം, സ്നേഹമില്ലാതെ ഇതൊക്കെ ചെയ്തത്. ആയ കാലത്ത് ഇറങ്ങിയപ്പോ ചെയ്തു, നല്ലതാ. നമ്മുടെ ചർച്ചിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരാൾ വന്നാൽ നമ്മള് ചർച്ചിന്റെ മുഖ്യ അധ്യക്ഷ സ്ഥാനം വേണമെങ്കിൽ കൊടുക്കും. വാവ്, നല്ല ഒരാളെ നമുക്ക് കിട്ടിയേക്കുന്നത്. നോർത്ത് നോക്കിയേക്ക്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നതും ആ കാര്യം ഒരു 5-6 വട്ടം വായിച്ചാൽ നിങ്ങൾക്കറിയാം. ഏറ്റവും നല്ല ഒരു കാർഡ് ടൈറ്റിലൊക്കെ കൊടുത്ത് നമ്മൾ ഇരുത്തും ആ വ്യക്തിയെ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, കർത്താവ് പറയുക, ഇതൊക്കെ മാനുഷികമായി നിങ്ങൾ നോക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നിന്നെ കുറിച്ച് ഒരു കുറവ് പറയാനുണ്ട്. യേശുക്രിസ്തു പറയുക സഭയെ നോക്കി, ഹല്ലേലൂയ, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം പുറമേ ഉണ്ടെങ്കിലും കർത്താവ് നമ്മളെ നോക്കി പറയണം, മോളെ നിന്റെ ആദ്യ സ്നേഹം ഇന്നും നിന്നെ കൊണ്ടെന്ന്. ഹല്ലേലൂയ. ക്രിസ്തു, ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം ഇതാ, 10 കന്യകമാരുടെ കഥ പറയുമ്പോൾ, ഉപമ പറയുമ്പോൾ എന്നെ ദൈവം ഈ വചനത്തിൽ നിന്ന് പഠിപ്പിച്ചതാണ്. 10 കന്യകമാരിൽ 5 കന്യകമാർ കൈവിടപ്പെട്ടു പോയി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എഫെസോസ് സഭയെ വെച്ച് നമ്മൾ ആ 10 കന്യകമാരുടെ കഥ പഠിച്ചാൽ 10 പേരും നല്ലായിട്ട് പ്രവർത്തിച്ചവരാ, 10 പേര് നല്ല പ്രയത്നം ചെയ്തവരാ, അവരും കഷ്ടം സഹിച്ചവരാ, അവര് കൊള്ളരുതാത്തവരെ ഹല്ലേലൂയ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതാ. ഇതൊക്കെ സത്യമാ. എന്നാൽ ഒരു കുഴപ്പം,
5 പേർക്കേ ഉള്ളായിരുന്നു ആദ്യ സ്നേഹം. മനസ്സിലായോ? അതിന്റെ പ്രത്യേകത എന്നാന്ന് ഞാൻ പറയുന്നത്. ആദ്യ സ്നേഹം ഉള്ളതിന്റെ പ്രത്യേകത, മണവാളനെ കുറിച്ച് നല്ല അറിവും തിട്ടവും മനസ്സും അറിയാകുന്നവരായിരുന്നു. അതായത് ക്രിസ്തുവിന്റെ ഹൃദയം അറിഞ്ഞവരായിരുന്നു 5 പേര്. അതിന്റെ പ്രത്യേകത, അവർ വിളക്കിൽ മാത്രമായിരുന്നില്ല, എക്സ്ട്രായും കൂടെ കരുതി. എന്ന് വെച്ചാൽ എന്നാ, അധികം ഒരു കരുതാനുള്ള ഒരു മനസ്സ്. അവിടെയാ സ്നേഹം തികഞ്ഞു വരുന്നത്. തികഞ്ഞ സ്നേഹം ഉണ്ടെന്ന് അറിയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലരെ കണ്ടിട്ടുണ്ടോ? അവര് നമ്മൾ ചോദിക്കുന്നത് ചെയ്യുന്നത് മാത്രമല്ല, അതിനപ്പുറം കയറി ചെയ്യും. നമ്മൾ പറയൂ, ഇത്രയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഇത്രയും കൂടെ, അത് സാരമില്ല, കുഴപ്പമില്ല, ഇതിരിക്കട്ടെ. അപ്പൊ നമ്മൾ പറയൂ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അത് അവരുടെ സ്നേഹത്തെ കാണിക്കുന്നത്. ഇതുപോലെ ക്രിസ്തു, ക്രിസ്തു നമ്മളെ സ്നേഹിച്ച തന്റെ ജീവൻ തന്ന ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതമാണ്. ഹല്ലേലൂയ. മോളെ, നിന്റെ ജീവിതം എനിക്ക് വേണ്ടത് വിശുദ്ധിയിലും വേർപാടിലും എന്നെ മാത്രം ചിന്തിച്ച് എന്നോടുള്ള ഏകാഗ്രതയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള നിന്റെ ജീവിതം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ പ്രത്യേകത, 5 കന്യകമാർ, ഹല്ലേലൂയ, അവരുടെ വിളക്കിൽ മാത്രമല്ല എണ്ണ ഉണ്ടായിരുന്നത്, എക്സ്ട്രാ പാത്രത്തിലും കൂടെ കരുതിയിരുന്നു. അതിന്റെ അർത്ഥം എന്നാ, ഒത്തിരി ഉണ്ടായിരുന്നു പാത്രത്തിൽ. അല്ലെങ്കിൽ വിളക്കിൽ നിന്ന് കവിഞ്ഞൊഴുകുവാൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞും അവർക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആദ്യ സ്നേഹമായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ പറയുന്നത് ഈ മറ്റേ 5 പേരെ പ്രത്യേകത അറിയോ? ആദ്യം ഇറങ്ങിയ കാലത്ത് ഒഴിച്ച എണ്ണയാണ്. പിന്നെ അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. മനസ്സിലായോ? ആദ്യ കാലത്ത് ഇറങ്ങിയപ്പോ വിളക്കൊക്കെ നല്ല വൃത്തിയൊക്കെ ആക്കി തുടച്ച് എണ്ണയൊക്കെ കരുതി. അന്ന് ഭയങ്കര ഉത്സാഹമായിട്ട് വിളക്ക് നിറച്ച എണ്ണ കത്തുന്നുണ്ടായിരുന്നു. വിളക്ക് നല്ല കത്തലായിരുന്നു. എന്നാൽ യാത്രയുടെ ദൈർഘ്യമൊക്കെ കൂടി പല നാളുകൾ കഴിഞ്ഞ് വിളക്കിൽ എണ്ണ കുറഞ്ഞ കാര്യം ഇവർ ശ്രദ്ധിച്ചില്ല. ഇതിനെവിടെയാ സമയം ശ്രദ്ധിക്കാൻ? ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്. പക്ഷെ മറ്റേ 5 പേരുടെ പ്രത്യേകത, അവർക്ക് ലോകത്തിനുള്ളതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മൊത്തം ഫോക്കസ് എന്താണെന്നറിയോ? വിളക്കിൽ എണ്ണയുണ്ടോ? വിളക്കിൽ എണ്ണ കുറഞ്ഞാൽ അടുത്തത് കരുതണം, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകരുത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലത, ക്രിസ്തുവിനോടുള്ള സ്നേഹം അവർ ദൈനംദിനം അവരത് പരിശോധിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, അല്ലെങ്കിൽ ആദ്യ സ്നേഹം വിട്ടുപോയിട്ടുള്ളത് ഒരു കുറവാണോ? അതേ കുറവാ. അത് ഏറ്റവും വലിയ പാപമാ. എന്താ സംഭവിക്കുന്നെന്നറിയാമോ? നിന്റെ സ്ഥാനത്ത് നിന്ന് ക്രിസ്തു നിന്നെ നീക്കിക്കളയുമെന്ന്. ചിന്തിക്കരുത് സ്വർഗത്തിൽ സ്ഥാനം കിട്ടുമെന്ന്. ഇച്ചിരി സ്നേഹം കുറഞ്ഞോളൂ, കുഴപ്പമില്ലെന്ന് ചിന്തിക്കരുത് കേട്ടോ. ബാക്കി 100 കാര്യങ്ങൾ ചെയ്തിട്ട് 99 അവസാനം സ്നേഹിക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും. ഇന്നത്തെ കാലത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞ വിവാഹാലോചനയൊക്കെ വരുമ്പോ പല കുഞ്ഞുങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേച്ചി വീടുണ്ട്, ജോലിയുണ്ട്, കാറുണ്ട്, നല്ല നല്ല സാലറി ഉണ്ട്, എല്ലാം ഉള്ള ഒരു ചെറുക്കനെ കൊടുത്തേ, എന്നാ സ്നേഹിക്കാൻ മനസ്സിലാത്തൊരു ചെറുക്കനാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുഞ്ഞുങ്ങൾ പറയുന്നത്? അത് മാത്രം ചെയ്യുന്നവരുണ്ട്, അത് മാത്രം നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. അവർക്ക് സ്നേഹവും വേണ്ട, ഒന്നും വേണ്ട, അവർക്ക് നല്ല വീടും കാറും പൈസയൊക്കെ മതി. അങ്ങനെയുള്ളവർ ഇന്നത്തെ കാലഘട്ടത്തുണ്ടെന്ന്. എന്നാൽ മിക്ക കുഞ്ഞുങ്ങളും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഒന്നുമില്ലേലും എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയാൽ മതി. അത്രയ്ക്ക് വാല്യൂ ഉള്ളതാ ഈ സ്നേഹം. അതുകൊണ്ടാ പറഞ്ഞത്, അല്ലെങ്കിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവർ 3 നിലനിൽക്കും, ഇവയെ വലുതോ സ്നേഹം തന്നെ. അതിന്റെ അർത്ഥം എന്നാ? സ്നേഹം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. അല്ലെങ്കിൽ വചനത്തിൽ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അതുകൊണ്ടാ ദൈവമക്കളെ, ഹല്ലേലൂയ, പത്രോസ് ഒക്കെ പറഞ്ഞത്. ഹല്ലേലൂയ, പത്രോസ് ആദ്യകാലത്ത് യേശുക്രിസ്തു തന്നെ അല്ല ദൈവം എന്ന് പറയാൻ പോലും, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു വേലക്കാരിയുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ അറിയാമെന്ന് പോലും പറയാൻ മടി കാണിച്ച പത്രോസ്, ഹല്ലേലൂയ, മരണസമയത്ത് പറയുക എന്തുവാ പറഞ്ഞത്? കുഴപ്പമില്ല, ഞാൻ മരിക്കാൻ തയ്യാറാണ്, എന്റെ തലകീഴായി ക്രൂശിച്ചു. ഹല്ലേലൂയ. പൗലോസിന്റെ സ്നേഹം നോക്കിക്കേ. ഞാൻ നല്ലവർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തിന് നീതിയുടെ കിരീടം വെച്ചേക്കും, അതെ ഞാൻ പനിയാകമായി തീരാൻ പോവാ. അതൊന്നും പുള്ളിക്ക് വിഷയമുള്ള കാര്യമല്ല. മരിച്ചാൽ അപ്പം തന്നെ ക്രിസ്തുവിനെ കാണാം, അല്ലെ? വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. ഇതൊക്കെ ആയിരുന്നു അവരുടെ ഉള്ളിലെ സ്നേഹവും പ്രത്യാശയും. എന്നാൽ ഇന്ന് മരണക്കിടക്കെ കിടക്കുമ്പോഴും 110 വയസ്സായ അമ്മച്ചിയോടും പ്രാർത്ഥിക്കാൻ ചോദിക്കട്ടെ, രോഗക്കിടക്കെ കിടക്കുമ്പോൾ എന്തോ ആഗ്രഹം, എന്റെ മോളെ ഇപ്പൊ മരിക്കാൻ പ്രാർത്ഥിക്കണേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ നടന്നൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ ചർച്ചിലെ ഒരു അങ്കിളും ആന്റി, വളരെ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വസ്തരായി നിൽക്കുന്ന ഒരു അങ്കിളും ആന്റി. അങ്കിളിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അങ്കിള് പണ്ട് അല്ലെങ്കിൽ മദ്യപിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിച്ച ഒരാളാണ്.
ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടുന്നൊക്കെ കർത്താവ് വിടുവിച്ചു. കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിനെ അറിഞ്ഞ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് അനേക നാളുകളായി കർത്താവിന് വേണ്ടി അതുപോലെ അങ്കിളുടെ ഏറ്റവും വലിയ വചനം വായിക്കും. അങ്കിള് ഫ്രീ ടൈം മൊത്തം വചനത്തിന്റെ മുമ്പിൽ, ബൈബിളിന്റെ മുമ്പിൽ. അങ്കിളും ആന്റി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേര് സുവിശേഷ വേല ചെയ്യുന്ന ഒരു അങ്കിളും ആന്റിയും. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്ക് മുമ്പ് അല്ലെങ്കിൽ അങ്കിളിന് പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ പോലെയൊക്കെ വന്നു, ശ്വാസം ഒക്കെ മുട്ടി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് വെന്റിലേറ്ററിൽ കയറ്റി. വെന്റിലേറ്ററില്ല, അങ്കിള് വെന്റിലേറ്ററിൽ കിടക്കും. ആന്റിയെ ഞങ്ങൾ കാണാൻ ചെന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ എല്ലാവരും ഹല്ലേലൂയ ഇങ്ങനെ ചോദിച്ചു, ആന്റി എന്തോ ഉണ്ട്, വിഷമമുണ്ടോ, സങ്കടമുണ്ടോ, ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആന്റി പറയുന്ന ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. എല്ലാരും പറയാം, അയ്യോ അങ്കിൾ ഒന്നും പറ്റാതിരിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. വെന്റിലേറ്ററിൽ കിടക്കുക. ആന്റി പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. ആന്റി പറയാ, അല്ല ഇപ്പൊ കർത്താവ് വിളിച്ചാൽ എന്താ, കർത്താവ് വിളിച്ചാൽ എന്താ, അങ്ങ് പോണം, കർത്താവിന്റെ കൂടെ അല്ലേ പോകുന്നത്. അതിന് പരം വേറെ ഏതോ സ്ഥലത്തൊക്കെ എനിക്ക് എന്റെ ഭർത്താവിനെ വിടാനുള്ളത്. കർത്താവ് ശുശ്രൂഷ തീർന്നെങ്കിൽ വിളിക്കട്ടെ, അങ്കിള് പൊക്കോട്ടെ. ഇപ്പൊ കേൾക്കുന്നവരിങ്ങനെ നിൽക്കൂ. കാരണം ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആരും കേൾക്കുന്നില്ല, ഇല്ലേ? ആന്റി പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ എവിടുത്തെ ഞാനും ആന്റി തമ്മിൽ സംസാരിച്ചപ്പോൾ ആന്റി പറഞ്ഞൊരു കാര്യം, മോളെ നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഇത്രയും നാളും വചനം വായിച്ചതും പ്രാർത്ഥിച്ചതും ഈ ജീവിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? ശരിക്കും നമ്മുടെ എയിം എന്തുവാ? കർത്താവിനെ പോയി കാണണം, അല്ലേ? കർത്താവിന്റെ കൂടെ യുഗായുഗം കഴിയണം, അതല്ലേ നമ്മുടെ ആഗ്രഹം. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ ഒരു കാര്യം യഹോവയുടെ അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണണം, അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലമൊക്കെ എനിക്ക് യഹോവയുടെ ആലയത്തിൽ പാർക്കണം, ഇതല്ലേ നമ്മുടെ ആഗ്രഹം. എന്നാൽ കർത്താവ് വിളിക്കുന്നു എന്നങ്ങോട്ട് പറയുമ്പോഴത്തേന് അയ്യോ ഇപ്പൊ വിളിക്കണ്ട, പിന്നെ പിടിച്ചു വിടിയിടാനുള്ളതാ. അപ്പൊ ആന്റി പറഞ്ഞൊരു കാര്യം, അങ്കിളിന്റെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ കാണണം എന്നുള്ളത്. സമയമെങ്കിൽ പോട്ടെ, അതിനകത്ത് എനിക്കൊരു ഭാരവും ഇല്ല, ഞാനും അവിടെ പോയി കർത്താവിനെ കാണും, എൻ്റെ ഹസ്ബൻഡിനെ കാണും. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ച ആ വാക്ക്. പക്ഷെ ശുശ്രൂഷ തീരാത്തത് കൊണ്ട് ദ വെരി നെക്സ്റ്റ് ഡേ വെന്റിലേറ്ററിൽ നിന്ന് അങ്കിൾ പുറത്തു വന്നു. ഇന്നും കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ വേലയിൽ വളരെ വളരെ ആരോഗ്യത്തോടും ബലത്തോടും കൂടെ അങ്കിൾ നിൽക്കും. എന്നാൽ അങ്കിൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നാം വെന്റിലേറ്ററിൽ കിടന്ന അങ്കിളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു, ഒരു പുതിയ പാഠം കൂടെ പഠിക്കാൻ ദൈവം കൃപ കൊടുത്തു. അപ്പൊ അതാ ചില അങ്കിള് പറയുന്ന വാക്കിങ്ങനെ, വെന്റിലേറ്റർ ലെസൺസ്. ചിലപ്പോൾ വെന്റിലേറ്ററിൽ ഇട്ടായിരിക്കും ചിലത് പഠിപ്പിക്കുന്നത്. അങ്കിൾ വളരെ സന്തോഷത്തോട് അല്ലെങ്കിൽ ആ ടെസ്റ്റിമണി പറഞ്ഞു, എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അപ്പൊ ഞാനും ഓർത്ത കാര്യം ശരിയാ, ഇന്ന് പലർക്കും കർത്താവിന്റെ സന്നിധി പോവാന്ന് പറയുമ്പോൾ ഒരു പേടിയും ഒരു വെപ്രാളവും ഒരു ടെൻഷനുമാ. ദൈവമക്കളെ, അതിന്റെ അർത്ഥം ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞത്, കർത്താവ് വരാറായി. കർത്താവ് വരുമ്പോൾ എന്നെയും നിങ്ങളെയും നമ്മൾ ഇരുന്ന നിലവിളക്കിൽ നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നമ്മളെ തന്നെ ഇരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് കേട്ടോ തന്റെ മക്കൾക്ക്. ആ സ്ഥാനത്ത് ഞാൻ ഇരിക്കേണ്ടതിന്, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ അവിടെ കാണണമേ, അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് നീക്കി കളയരുതേ എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? അപ്പാ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ കാണണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പെന്തിക്കോസ്തുകാരായവരും ഇന്നും ഈ കർത്താവിനെ കുറിച്ചും വചനത്തെ കുറിച്ചും വരവിനെ കുറിച്ചും കേട്ട് ഇന്ന് അത് കേൾക്കുമ്പോൾ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന് അങ്ങനത്തെ പ്രസംഗങ്ങളും കേൾക്കാനില്ല. അല്ലെങ്കിൽ ഇന്ന് ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അധികം ആവശ്യം മാനസാന്തരത്തിന്റെ പ്രസംഗമാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗമാണ്. ഇവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഹല്ലേലൂയ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ മാനസാന്തരം വളരെ ആവശ്യമാണ്. മാനസാന്തരം. ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഈ മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചതും, ഞാൻ പലരോടും പറയുമ്പോ ഞാൻ പറഞ്ഞില്ല, വിശ്വാസ സമൂഹത്തിന് നേരിടുന്ന ഒരു ചോദ്യം, ഈ മാനസാന്തരം നമുക്കുള്ളതല്ല, പിന്നെ ആർക്കുള്ളതാ? കർത്താവിനെ അറിയാത്തവർക്കുള്ളതാണ്. ദൈവമക്കളെ, മാനസാന്തരം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാ ദിവസവും മാനസാന്തരം ആവശ്യമാണ്, ഏത് നിമിഷവും മാനസാന്തരം ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ആരോടായി പറയുന്നത്? ജാതിയായ ഒരു വ്യക്തിയോടാണോ? ഇത് എഫേസോസ് സഭയോടാ പറയുന്നത്, നീ മാനസാന്തരപ്പെടണമെന്ന്. അപ്പൊ സഭ മാനസാന്തരപ്പെടണ്ടേ? നമ്മൾ മാനസാന്തരത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ആർക്കാന്നറിയോ? കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ കാണുന്ന കാര്യം അതുകൊണ്ടാണ് പറയുന്നത്. മാനസാന്തര പ്രസംഗം ആർക്കുള്ളത്? ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാ. മനസ്സിലായോ? അത് കർത്താവിനെ അറിയാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ മനഃപൂർവ്വം നമ്മൾ അയച്ചു കൊടുക്കും. ഇതൊന്ന് കേൾക്കണം കേട്ടോ. എന്റെ ചോദ്യം, ആ പ്രസംഗം നമ്മളൊന്ന് കേട്ടേ.
നമ്മൾ ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത് ചിലപ്പോൾ ആ മെസ്സേജ് കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറയുന്നത്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് അതിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, മടുപ്പായിട്ട് അത് വരും. ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ മടുപ്പ് ആദ്യം നേരിടും. രണ്ട്, ദൈവിക കാര്യങ്ങളിൽ ഒട്ടും ഉത്സാഹം കാണത്തില്ല. മൂന്ന്, കർത്താവിന്റെ വരവിനെ കുറിച്ച് കേട്ടാൽ ഒരു ഉത്സാഹമില്ല. അത് വൈകണമേ എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടത്തെ പല കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതിയം എന്നുള്ള ഒരു ചിന്ത വരും. കർത്താവിന്റെ സന്നിധി പോണോന്ന് പ്രാർത്ഥിച്ചാൽ പോലും പറയും, ഇപ്പൊ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുതേ എന്ന് പറയും. അല്ലെ, ദൈവത്തിന്റെ ഹിതം നിറവേറാൻ പ്രാർത്ഥിക്കത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇത് പുറത്തു വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇനി എവിടെ നീ എത്രത്തോളം വീണിരിക്കുന്നു എന്നാണ്. ഈ ഒത്തിരി ഹൈറ്റിനാ വീണിരിക്കുന്നെങ്കിൽ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ശരീരത്തിൽ കാണും അല്ലെ. നമ്മളിപ്പോ ഒത്തിരി ഹൈറ്റിനാ വീണിരിക്കുന്നെങ്കിൽ അല്ലെ, മുടന്ത് കാണും അല്ലെ, കൈ ഒടിയും. ഇതൊക്കെ കാണാൻ പറ്റും വിശ്വാസികൾ. ഞാൻ പറയാം, ഒരുപാട് ഹൈറ്റിൽ നിന്ന് വീണിരിക്കുന്ന ഒരു വിശ്വാസികൾ, ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നല്ലോ, ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് ഒത്തിരി വീണിട്ടുണ്ടെങ്കിൽ അവർ മുടന്തരാ. പിന്നെ ചർച്ചിൽ പോകാൻ ഭയങ്കര മടിയാ. ഞാൻ വീട്ടിൽ ഇരുന്ന് സൂം കണ്ടോളാം എന്ന് പറയും. ഞാൻ പറഞ്ഞു മനസ്സിലാവും. ഒത്തിരി ഉയരത്തിൽ നിന്നാണ് വീണിരിക്കുന്നതിനുള്ള കുറച്ച് തെളിവുകളാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. മനസ്സിലായി? സൂ മതി. ചർച്ചിൽ പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല ചർച്ചില്. പക്ഷെ ഈ വ്യക്തി കല്യാണങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവിക കാര്യങ്ങൾക്ക് കൂട്ടായ്മയ്ക്കും ഓടിപ്പോകാൻ പറ്റാത്ത ഈ വ്യക്തി എവിടെ പോകുന്നറിയോ? കല്യാണങ്ങൾക്ക് പോകും, കയറി താമസത്തിന് പോകും, ഇതിനൊക്കെ പോകും. പക്ഷെ ചർച്ചിൽ വരത്തില്ല. ചർച്ചിൽ അത്രയും നേരം ഇരിക്കണ്ട. അയ്യോ എനിക്ക് പറ്റത്തില്ല സിസ്റ്ററെ, ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. കാല് വയ്യ, കാലിന് നീര് വരും, നടുവിന് വേദനയാണ്. പക്ഷെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. എല്ലാ ചർച്ചയിൽ നിന്ന് ഒരു ടൂർ പോയാൽ, പിക്നിക്കോ അല്ലെങ്കിൽ എന്തൊക്കെ, അതിനൊക്കെ ഫ്രണ്ടിലുണ്ട്. അതിനൊന്നും എവിടെയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് പറഞ്ഞ ആദ്യ സ്നേഹം വിട്ട് ഇത്ര ഉയരത്തിൽ നിന്ന് വീണമെന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ കൈക്കൊക്കെ ഒടിവ് കാണും. മനസ്സിലാവും? ഉയരത്തിൽ നിന്നല്ലേ വീണത്. കാലിന് ചട്ട് കാണും, കാലിന് മുടന്ന്, പിന്നെ കൈക്ക് ഒടിവ് കാണും. കൈക്ക് ഒടിവ് എന്താ അറിയാം? കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കാനും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അത് അങ്ങോട്ട് പറയുമ്പോൾ കൈക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളതാണ് ചിലർക്ക് ഹെഡ് ഇഞ്ചുറി ആയിരിക്കും, ഓർമ്മക്കുറവൊക്കെ കാണും. പണ്ടത്തെ കാര്യങ്ങളൊന്നും പിന്നെ അവർ ഓർക്കത്തില്ല. അവർ ഇന്നത്തെ കാലഘട്ടത്തിലാണ്. പണ്ട് കഷ്ടപ്പെട്ടതും പണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതും പണ്ട് ദൈവം നടത്തിയ വിധങ്ങളൊക്കെ അവർ മറന്നുപോയി. മനസ്സിലാവുന്നുണ്ടോ? പണ്ടേ ഞങ്ങൾ പാരമ്പര്യ പെന്തക്കോസ്തുകാരാണ്. ഞങ്ങൾക്ക് പണ്ടേ കർത്താവുമായിട്ട് ഭയങ്കര ബന്ധമാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറന്നുപോയില്ല. പണ്ട് എങ്ങനെയായിരുന്നു എന്ന് മറന്നുപോയി. മന്ദതയാ, മെമ്മറി ലോസ് വന്നു. മനസ്സിലായോ? കാരണം അത്ര ഉയരത്തിൽ നിന്നാ വീണിരിക്കുന്നതേ, ആദ്യ സ്നേഹത്തിൽ നിന്ന്. അതുകൊണ്ട് ഇതെല്ലാം മറന്നുപോയി. പണ്ട് കർത്താവ് പ്രാർത്ഥിച്ചപ്പോ നന്മ കൊടുത്തതും, കരഞ്ഞപ്പം കർത്താവ് വീട് കൊടുത്തതും ഇതെല്ലാം മറന്നുപോയി. അതിലൊക്കെ ഉപരി ദൈവജനമേ, നരകത്തിന് യോഗ്യരായ നമ്മളെ കർത്താവ് തന്റെ രക്തം തന്ന് വീണ്ടെടുത്ത് നിത്യതയിൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കി ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി. അതല്ലേ ഏറ്റവും വലിയ കാര്യം. അത് മറന്നുപോയിട്ട് ഇന്ന് ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിച്ച്, അല്ലെങ്കിൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് ലോകമുള്ളത് മതി, ലോകത്തിലുള്ളത് മതി, ഹല്ലേലൂയ, മറ്റുള്ളവരെ കാണിക്കാൻ, കണ്ടോ, കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട്, കർത്താവിനെ ഞാൻ ആരാധിച്ചത് കൊണ്ട് എനിക്ക് വീട് കിട്ടി, കർത്താവിനെ ഞാൻ നേരോടെ ജീവിച്ചത് കൊണ്ട് എന്റെ തലമുറയെ ദൈവം മാനിച്ചത്, അതൊക്കെ ദൈവം തരും ദൈവമക്കളെ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ ആ നന്മയിലും ആ ദൈവം ചെയ്ത വലിയ പ്രവർത്തികളിലും ആയിരിക്കരുത് നിങ്ങളുടെ നോട്ടം. പകരം തന്നവനെ നോക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന അപ്പച്ചന്മാർ അല്ലെങ്കിൽ അങ്കിളുമാരൊക്കെ എന്നോട് സംസാരിക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മക്കൾക്ക് എന്നെ കാണണ്ട, പകരം എല്ലാ മാസവും ചെല്ലുന്ന പൈസയും ഗിഫ്റ്റുകളും മതി. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലും ഒക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളവരെയാണ്. പപ്പ വരുന്നെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ അവർക്ക് എന്താ വേണ്ടെന്നറിയോ? പപ്പ കൊണ്ടുവരുന്ന ഐഫോണ് അല്ലേ, ഗിഫ്റ്റുകളും ഉടുപ്പുകളും ചോക്ലേറ്റ് ഒക്കെ മതി അവർക്ക്. ഇത് തന്നെ ഇന്ന് ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്നത്. കർത്താവ് വേഗം വരണേന്ന് പറഞ്ഞാൽ അയ്യോ കർത്താവ് ഇപ്പൊ വരരുത്, പക്ഷെ എനിക്ക് നന്മയ്ക്കൊന്നും അങ്ങ് മുടക്കം വരുത്തരുത് കേട്ടോ. എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് തന്നോണം. എന്റെ പിള്ളേർക്ക് അഡ്മിഷൻ കൊടുത്തോണം, വീട് തന്നോണം, ലോൺ അടപ്പിച്ചോണം, കടം മാറ്റിക്കോണം, മക്കളുടെ കല്യാണം നടത്തിക്കോണം. ഇതൊക്കെ അങ്ങ് എനിക്ക് വേണം. അയ്യോ അപ്പൊ എന്തൊരു കർത്താവിനോടുള്ള സ്നേഹമാണെന്നറിയാമോ? എന്നാൽ മക്കളുടെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വീട് വെച്ച് കഴിയുമ്പോൾ, കർത്താവ് നന്മ തന്നു കഴിയുമ്പോൾ, പിന്നെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കൊക്കെ ഇങ്ങ് ഭയങ്കര മടിയാ. പിന്നെ കർത്താവ് വരും, കർത്താവ് വരട്ടെ, കർത്താവ് വരുന്ന കാര്യത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, ഓ ഇപ്പോഴെങ്കിലും കർത്താവ് വരണ്ടെന്നേ, ഞാൻ ഒരുങ്ങിയിട്ടില്ല.
ഹലോ, എല്ലാരോടും ഞാൻ ചോദിക്കട്ടെ, പിന്നെ എപ്പ ഇനി ഒരുങ്ങാനാ? കർത്താവ് വരാറായി. നമ്മൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേട്ടോണ്ടിരിക്കുക. ഇനി എപ്പ ഒരുങ്ങാനായിരിക്കുന്നത്? ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ എഫെസോസ് സഭയോട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ അതേ ദൂത് ഇന്നത്തെ ദൈവസഭയോട് ദൈവം പറയുകയാ, വീണെന്നുറപ്പുണ്ടെങ്കിൽ മടങ്ങി വന്നോണം. മാനസാന്തരത്തിനായി ദൈവം നിങ്ങളെ വിളിക്കുകയാ. മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ സ്ഥാനം പോയി. അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, അതിന്റെ 7-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വചനം വായിച്ചപ്പോ പരിശുദ്ധാത്മ വ്യക്തമായി എന്നോട് ഒരു കാര്യം പറഞ്ഞു പറയാൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് തുടക്കത്തിൽ പറയുമ്പോൾ നമ്മൾ ആരെയാ ഇവിടെ കാണുന്നത്? യേശു ക്രിസ്തുവിനെയാ കാണുന്നത്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ പിതാവായ ദൈവത്തെ ഇവിടെ കാണിച്ചിട്ട് പറയുക, ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു. അവസാനം വരുമ്പോ പറയുക, ആത്മാവ് പറയുന്നത് സഭയോട് പറയുന്നത് കേൾക്കണം. അപ്പൊ ഇതിൽ എന്തുവാ കാണിക്കുക? തൃത്വത്തെ കാണിക്കുക. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്. എന്നാൽ ഇവ മൂന്നും ഒന്നാണ്. ഹല്ലേലൂയ. ഇവ മൂന്നും ഒന്നാണ്. ഇവര് 3 പേരും നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം എന്താ? നിങ്ങൾ ഒരുങ്ങണം, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത് അവസാനം വന്നപ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിച്ചു. കർത്താവ് തന്റെ സ്വർഗത്തിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ ഈ സഭയുടെ ഒരുക്കത്തിനു വേണ്ടി ക്രിസ്തു പറഞ്ഞയച്ചതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് മണവാട്ടി സഭയെ ഒരുക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കടമയാണ്. അതിൽ ആദ്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നമ്മൾക്ക് ദൂതും ആലോചനയും എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്ന നിങ്ങൾക്ക് ഏറെ നല്ലത്, ഞാൻ പോയാൽ ഞാൻ കാര്യസ്ഥനെ അയക്കാം. കാര്യസ്ഥന്റെ ജോലി എന്തുവാ? അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ബോധം വരുത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു തരണ്ടേ? ഒരാൾ ബോധവൽക്കരണ ക്ലാസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തോ ഈ ബോധവൽക്കരണ ക്ലാസ്? ബോധമില്ലാത്തവർക്ക് ബോധം കൊടുക്കുന്നതാ ബോധവൽക്കരണ ക്ലാസ്. ഇന്ന് ദൈവസഭയുടെ ബോധം പോയി. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ബോധവൽക്കരണ ക്ലാസ് അല്ല വേണ്ടത്, പകരം മാനുഷിക ആലോചനകളാ വേണ്ടത്. അത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ എന്ന് പോലും ദൈവസഭ ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് അനേക തലമുറകൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണെന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ മാനുഷികമായ പ്രകടനങ്ങൾക്കും മാനുഷികമായ പല ആലോചനകളുടെയും പുറകെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ആത്മാവാണ് പറയുന്നതെങ്കിൽ അത് സഭയ്ക്ക് മനസ്സിലാവണം. കാരണം സഭയെ ഒരുക്കാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. മനസ്സിലായോ? എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് എന്തെന്ന് എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണം, ഇത് പരിശുദ്ധാത്മാവാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വചന ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ ഒരാളുടെ അഡ്വൈസ് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തി കൂടെ നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, എന്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞേ, ആദ്യം പരിശുദ്ധാത്മാ ബോധം വരുന്ന പാപത്തെ കുറിച്ചാണ്. ആദ്യത്തെ ക്ലാസ് പരിശുദ്ധാത്മാവിന്റെ പാപത്തെ കുറിച്ചാണ്. മനസ്സിലായോ? 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. ആദ്യം പാപത്തെക്കുറിച്ച്, 2 നീതിയെക്കുറിച്ച്, 3 ന്യായവിധിയെക്കുറിച്ച്. അത് വചനത്തിലും നോക്കണം. ഈ 3 കാര്യം വചന ശുശ്രൂഷ നടക്കുന്നില്ലെങ്കിൽ ഓർത്തോ, നിങ്ങളൊരു വചനം കേട്ടു, അതിനകത്ത് പാപത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നേയില്ല. നിങ്ങൾ എവിടെയാ വീഴുന്നെന്ന് പറഞ്ഞു തരുന്നില്ല, പകരം ബാൻഡേഡ് ഇട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഷുഗർ പേഷ്യന്റാ, മധുരം തിന്നരുതെന്ന് പറയുന്നില്ല, പകരം മരുന്നെടുത്തോളാൻ പറഞ്ഞു തരുന്ന കാലഘട്ടമാണ് ഇന്ന്. മനസ്സിലായോ? ഞാൻ പല അമ്മച്ചിമാരെയും അപ്പച്ചമാരെയും കണ്ടിട്ടുണ്ട്, പായസമൊക്കെ കാണുമ്പോൾ കൊതിയാ, കഴിക്കരുതെന്ന് അറിയാം. പക്ഷെ ഇവർക്കൊരു തെറ്റായ ധാരണയുണ്ട്. എന്തുവാ? ഒരു ഇച്ചിരി പായസം കുടിച്ചിട്ട് നാളെ ഞാൻ മരുന്നെടുത്തോളാം. മനസ്സിലാകുന്നത്? പിന്നെ ചില അമ്മച്ചിമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന് ഇച്ചിരി പായസം കുടിച്ചിട്ട് ഞാൻ പിന്നെ പോയി പാവയ്ക്ക ജ്യൂസ് കുടിച്ചോളാം. ഇതുപോലെയാ. ഒരിച്ചിരി പാപമല്ലല്ലോ, അത് സാരമൊന്നുമില്ല.
കർത്താവിന്റെ സന്നിധിക്ക് പോയി ഞാൻ ക്ഷമ പറഞ്ഞോളാം. അമ്മച്ചി, ഇനി എത്ര ഡയബറ്റിക്കിന്റെ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാലും, അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ എത്ര ഹൈ ഡോസ് കഴിച്ചാലും, എത്ര നല്ല ഡോക്ടറെ പോയി കാണിച്ചാലും, ഹല്ലേലൂയ, അല്ലെങ്കിൽ മധുരം കുറയ്ക്കണമെന്ന് പറഞ്ഞതാണ് അതിന്റെ നിയമം. അതനുസരിക്കാത്തടത്തോളം എന്നും പേരെന്താണെന്നറിയോ? ഡയബറ്റിക് പേഷ്യന്റ് എന്നാണ്. ഇതുപോലെയാ പാപം അകത്തിരിക്കുന്നിടത്തോളം നിന്റെ പേര് പാപിയും തന്നെയാണ്. എന്നാൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനാണ് പരിശുദ്ധാത്മാ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മടങ്ങി വരാൻ തയ്യാറാകാത്തിടത്തോളം കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്ന ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, ചെവി ഉള്ളവൻ കേൾക്കണോന്ന്. സഭയ്ക്ക് ദൈവം ചെവി കൊടുത്തിട്ടുണ്ട് കേൾക്കാൻ. എന്നാൽ ഇന്ന് സഭയ്ക്ക് ഇഷ്ടമല്ല പരിശുദ്ധാത്മാവിന്റെ ഉപദേശം. കാരണം പരിശുദ്ധാത്മാ ഉപദേശിച്ചാൽ അവിടെ മാനസാന്തര പ്രസംഗം നടന്നിരിക്കും. നമുക്കിഷ്ടം എന്താ? മക്കള് പാപത്തില്ല, സാരമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ഉപസിച്ചാൽ മതി, മക്കള് മാനസാന്തരപ്പെടും. അങ്ങനെയല്ല. ഞാൻ ഇന്ന് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാ, കർത്താവ് അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്നത്, കർത്താവ് വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. പലരും പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഞാൻ ഈ വചനം കേട്ടിട്ടുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വേണം കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടുണ്ടോ? കേൾപ്പാൻ കഴിയാതെ വേണം അവന്റെ ചെവി മന്ദമായിട്ടുണ്ടോ? അത് ഇഷ്ടമാ കേൾക്കാൻ, നല്ല വാക്യമാ. എന്നാൽ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഇതിനൊക്കെ കർത്താവിന്റെ കൈ കുറുകിപ്പോയെന്നും കർത്താവിന്റെ കൈ അല്ലെങ്കിൽ കുറുകിപ്പോയെന്നും അല്ലെങ്കിൽ കർത്താവിന്റെ ചെവി മന്ദമായി പോയെന്നൊക്കെ തോന്നുന്ന എന്തുകൊണ്ടാ? കർത്താവ് പ്രവർത്തിക്കുന്നില്ല. അവിടെ പറയുന്നു എന്തുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നില്ല? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ. ബൈബിളിൽ ഓരോ വചനത്തിനും മുമ്പിലും പിൻപിലും നിങ്ങളൊന്ന് വായിക്കണം. അവിടെ പറയുന്നുണ്ട്. ഇവിടെ എഫെസ സഭയോട് വെറുതെ അങ്ങ് പറയുമായിരുന്നില്ല, ഞാൻ വരും, ഞാൻ വന്നിട്ട് നിന്നെ വിശ്വസ്തനായി കണ്ടില്ല, നിന്നെ നീക്കിക്കളയുന്നു. അങ്ങനെയല്ല. കാരണസഹിതം പറഞ്ഞു കൊടുക്കുക, കുറവായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇല്ലേ? നന്മയും പറയുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ നന്മ 100 നമുക്ക് പറയാനുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും ഭയക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു ദിവസം കർത്താവിന്റെ മുമ്പിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. അന്ന് കണക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തില് ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, നിനക്ക് എന്നോടുള്ള ആദ്യ സ്നേഹമുണ്ടോ? ഉണ്ട് കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, പക്ഷെ നിന്റെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു നിനക്കറിയാമോ? ഇത് നീ ചെയ്തപ്പോൾ നിന്റെ മനസ്സിൽ എന്തായിരുന്നു നിനക്കറിയാമോ? അത് സ്നേഹം കൊണ്ടല്ല ചെയ്തത്, പകരം ആൾക്കാരുടെ കൈകൊട്ടിന് വേണ്ടി ചെയ്തത്, പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്തതാ. പ്രിയ സിസ്റ്റർ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞൊരു വാക്ക്, യോഹന്നാൻ പറഞ്ഞതുപോലെ, ഞാൻ കുറയണം, എന്റെ കർത്താവ് വളരണം. ഹല്ലേലൂയ. ഇതായിരിക്കും കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിലെ ആഗ്രഹം. കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന് വേണ്ടി ശോഭിക്കണം. ഹല്ലേലൂയ. നമ്മൾ സാധാ പ്രവൃത്തി അല്ല ചെയ്യേണ്ടത്, വെറും പ്രവൃത്തികളല്ല, കർത്താവിന് വേണ്ടി തികവുള്ളത് ചെയ്യണം, പൂർണ്ണ പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യണം, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യണം. നമുക്ക് അല്ലെങ്കിൽ ഞാനിപ്പോഴും പറഞ്ഞു, നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആ വ്യക്തിയോട് എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കാണുന്ന സെൽഫിഷ്നെസ്സാ. ഞാൻ എന്നെയാ സ്നേഹിക്കുന്നത്. അടുത്തൊരു ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മളിവിടെ പറഞ്ഞു ഹല്ലേലൂയ, മാനസാന്തരം. ഈ വിഷയത്തിൽ എവിടെയൊക്കെയാണ് ആദ്യം കൽപ്പന അനുസരിക്കുക. എന്താണ് ആദ്യത്തെ കൽപ്പന? ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ മാനസാന്തരത്തിന് ആദ്യം ചെയ്യേണ്ടത് എന്താ? കൽപ്പന അനുസരിക്കുക. എന്താ കൽപ്പന? കർത്താവ് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോട് പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കുക. ഇതല്ലയോ ആദ്യത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന. ദൈവമക്കളെ, അതിലേക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. പൂർണ്ണമായി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ, അതിലേക്ക് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് 2, ദൈവത്തോട് ചേർന്ന് നടക്കുവാനുള്ള കൃപ. ഒരാളോടുള്ള സ്നേഹം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വ്യക്തിയായിട്ട് പരസ്പര സമയം സ്പെൻഡ് ചെയ്യണം, ചേർന്ന് നടക്കണം, ഒത്തിരി നേരം സംസാരിക്കണം, ആ വ്യക്തിയായിട്ടൊന്ന് ഇടപലരണം. അല്ലേ? ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വർദ്ധിക്കുന്നത്. ആകയാൽ ചേർന്ന് നടക്കുക. അടുത്തത് ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാ പറയുന്നതിന് ചെവി കൊടുക്കുക. ക്രിസ്തുവിന് എന്താണ് ഇഷ്ടം, ക്രിസ്തുവിന് എന്ത് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന ആളാ പരിശുദ്ധാത്മാവ്. നിങ്ങൾക്കത് ദൈനംദിന ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കാര്യം
ഇപ്പൊ ആരോടെങ്കിലും പെട്ടെന്നൊന്ന് വിഷമിച്ചു അല്ലെ ദേഷ്യപ്പെട്ടു, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയും, നീ എന്തിനാ ദേഷ്യപ്പെട്ടത്, നീ ഇപ്പൊ തന്നെ ക്ഷമ പറ. അങ്ങനെ എത്ര പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഉള്ളിൽ ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, അത് ചെയ്യുന്നിടം വരെ കുത്തിക്കൊണ്ടിരിക്കും. നീ എന്നാലും ആ വാക്ക് പറയണ്ടായിരുന്നു, നീ അങ്ങനെ നോക്കരുതായിരുന്നു, നീ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. ഇതാണ് പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുന്നത്. ചെവി കൊടുക്കുന്നവൻ എന്താ ഗുണം? അത് തിരുത്തിക്കൊണ്ടിരിക്കും. അടുത്തത് അവസാന വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുക, അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാ സഭകളോടും പറയുന്നുണ്ട് ജയിക്കുന്നവന് ഞാൻ തരും. അതിന്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷിൽ ദോസ് ഓവർകം എന്നാ. ചുമ്മാ അങ്ങോട്ട് ചെന്ന തരത്തില്ലെന്ന്. ഈ ലോകത്തിലുള്ളതിനൊക്കെ ജയിച്ചു ചെല്ലണം. നിങ്ങൾക്കറിയാം, ഹൈ ജമ്പും ലോങ് ജമ്പൊക്കെ ഉള്ളവരറിയാം, അവരുടെ തടസ്സങ്ങളുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ജയിച്ച് വേണം അടുത്ത ലെവലിലോട്ട് ഇവർ പോകാൻ. ഇതുപോലെയാ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളെയൊക്കെ ജയിച്ച് വേണം പോകാൻ. അവിടെ തടഞ്ഞു നിൽക്കരുത്. നമ്മളെ തടഞ്ഞു നിർത്തുന്ന പലതുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന പലതുണ്ട്. എന്നാൽ അവിടെയൊന്നും നിന്നു പോകാതെ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി എന്നൊരു വാക്യമുണ്ട്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. പുതിയ നിയമത്തിൽ ഒരിടത്ത് ജസ്റ്റ് ഒരു കുഞ്ഞു വാക്യം, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. അതിനകത്ത് എന്തോ വലിയ മെസ്സേജാ കിടക്കുന്നത്. 3 വാക്കേ ഉള്ളൂ, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. പക്ഷെ ഈ 3 വാക്കിന് അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ആഴമേറിയ അർത്ഥമുണ്ടോ? ലോകത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിപ്പോയത് എന്താ? ജയിച്ചു മുന്നേറേണ്ടതായിരുന്നു, ഓടി പോകേണ്ടതാണ്. എന്നാൽ നോട്ടം തെറ്റിപ്പോയി, പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, വിട്ടതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായി നിന്നു. ഇതുപോലെ നമ്മൾ പലതും വിട്ടുകളഞ്ഞതാ ക്രിസ്തുവിന് വേണ്ടി. എന്നാൽ പലപ്പോഴും തിരിഞ്ഞു നോക്കി അതിലേക്കായി എപ്പോഴും ഒരു ചിന്ത, പഴയത്, പണ്ടത്തത്. ഈ പണ്ടത്തേക്ക് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുക, പണ്ടത്തെ ആദ്യകാലത്തെ സ്നേഹം കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ. വിട്ടുകളയാൻ തോന്നിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ എല്ലാം, അതിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:4 ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ജയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. 1 യോഹന്നാൻ 5:4, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ എങ്ങനെയാ ജയിക്കുന്നത്? ലോകത്തെയാ ജയിക്കുന്നത്. ലോകത്തെ ജയിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസം വേണമെങ്കിൽ എന്ത് വേണം? ആദ്യ സ്നേഹം വേണം. ആദ്യ സ്നേഹമുള്ളവർക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളവർ എന്ത് ചെയ്യും? ലോകത്തെ ജയിക്കും. ലോകത്തെ ജയിച്ചാലോ നമ്മൾ ജയാളികളായി തീരും. ആ ജയിക്കുന്നവൻ എന്ത് കിട്ടുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പക്ഷേ എന്റെ ചോദ്യം, ഇവിടെ പറഞ്ഞു മാനസാന്തരപ്പെടണം, ജയിക്കണം, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം, മടങ്ങി വരണം, ഇതൊക്കെ പറയുക. ഇതൊക്കെ ചെയ്തില്ലേൽ എന്തോ സംഭവിക്കുന്നേ? നിന്റെ നിലവിളക്ക് ഇരുന്നിടത്തുനിന്ന് നിന്നെ നീക്കിക്കളയും. അത് എത്രത്തോളം ഭയാനകമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക. നിസ്സാരമായി ഈ വചനത്തെ എടുക്കരുത്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറവ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ആരും ചിന്തിക്കരുത് അതൊരു സാധാ കാര്യമാണ്. അത് കുഴപ്പമില്ലെന്ന് ചിന്തിക്കരുത്. വലിയ കുഴപ്പമുള്ളത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മടങ്ങി വരണം. ഹല്ലേലൂയ. ഒരു 5 മിനിറ്റും കൂടി എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വചന സൃഷ്ടി നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആദ്യ സ്നേഹം. എന്നാൽ എന്നെ രണ്ടാമത് ദൈവം ചിന്തിപ്പിച്ച ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് ആ തോട്ട് പറയുക. ദൈവത്തെ സ്നേഹിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു, ക്രിസ്തുവിനോടുള്ള സ്നേഹം. അപ്പൊ ആദ്യ സ്നേഹത്തിലേക്ക് ഇനി മടങ്ങി വന്ന സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളോടെ ഞാൻ പറയുക. ആദ്യം ഞാൻ പറഞ്ഞു, സ്നേഹം വിട്ടുപോയാൽ സംഭവിക്കുന്ന മടുപ്പ് വരും, ഇല്ലേ? വീഴും, ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴും. പിന്നെ സംഭവിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞത് ലക്ഷണങ്ങളൊക്കെ. അതേ സമയത്ത് സംഭവിക്കുന്നതാണ് നമുക്ക് അന്യോന്യം സ്നേഹിക്കാനും പറ്റത്തില്ല. ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവർക്ക് പിന്നീട് ദൈവവിശ്വാസികളോട് സ്നേഹമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. പണ്ടത്തെ കാലത്ത് കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇറങ്ങിയ അമ്മച്ചി അപ്പച്ചന്മാര്, ഞാനിത് പറയുന്നതിന്റെ കാരണം, ഞാൻ വളർന്ന സമയത്ത് എൻ്റെ പപ്പാടെ അമ്മച്ചി
അപ്പച്ചൻ അമ്മച്ചിമാരൊക്കെ ഒത്തിരി ഉള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു എൻ്റെ പപ്പാടെ കുടുംബം. അതുകൊണ്ട് ഞാൻ ഇവരുടെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങൾ എന്നും കേൾക്കുമായിരുന്നു. എപ്പോഴും അനുഭവം. എൻ്റെ പപ്പ എപ്പോഴും ഞങ്ങൾക്ക് ഈ പഴയ അനുഭവങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ പപ്പാടെ വല്യമ്മച്ചിയുടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ജനിച്ച് എൻ്റെ ഒരു 6-7 വയസ്സ് വരെ എൻ്റെ ഗ്രേറ്റ് വല്യമ്മച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മച്ചി 100ാമത്തെ വയസ്സിലാണ് മരിച്ചത്. വല്യമ്മച്ചി, അമ്മച്ചി, അപ്പാപ്പ അങ്ങനെ ഇവരുടെയൊക്കെ കൂടിയാ ഞാൻ വളർന്നത്. അതുകൊണ്ട് ഇവരുടെയൊക്കെ കഥകൾ, ഇവർ പണ്ട് പറഞ്ഞ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെയൊക്കെ കാലത്ത് പറയുന്നത്, വിശ്വാസികളുടെ വീടെന്ന് പറഞ്ഞാൽ എന്റെ വീട് നിന്റെ വീട് എന്നുള്ള പറച്ചിലില്ലായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹമുള്ള ആദ്യകാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യ വിശ്വാസം ഉണ്ടല്ലോ, ആദ്യ സ്നേഹം, ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹമുള്ള ദൈവമക്കൾ, അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർക്ക് നിന്റേത് എന്റേതെന്ന് പറയത്തില്ല, നമ്മുടേതെന്നാ പറയുന്നത്. ഒരു വീട്ടിൽ ഒരു ചക്ക ഉണ്ടായാൽ അത് ചർച്ചിൽ കൊണ്ടുവരും. ചർച്ചിൽ കൊണ്ടുവന്ന് അത് അവരവിടെ മുറിച്ച് ഹല്ലേലൂയ എല്ലാവർക്കും കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഒരു നന്മയുണ്ടായാൽ അത് എല്ലാവർക്കും നമ്മുടേത്. ഹല്ലേലൂയ. അന്ന് ഏതൊരു വീട്ടിലേക്കും ഒരാൾ രോഗിയായി കിടന്നാൽ വിധിക്കത്തില്ലായിരുന്നു ആരും. അത് അവന്റെ കുറവ് കൊണ്ട് അവനത് വന്നത് ഇല്ല. പകരം ചെയ്യുന്നത് അവരുടെ വീട്ടിൽ പോകും, അവരുടെ കൂടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളൊക്കെ എത്ര പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഓർമ്മയുണ്ട്? പണ്ട് കാലങ്ങളിൽ അവരുടെ വീടുകളിൽ പോയിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വിടുതൽ കിട്ടുന്നിടം വരെയും ദൈവത്തോട് അല്ലെങ്കിൽ അഭയാചന കഴിച്ചൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ടാ? വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും, ഐ വിൽ പ്രേ ഫോർ യു, പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കൊരു മെസ്സേജ് എന്തോ ഉണ്ട്. എന്നാൽ അവരെ ഒന്ന് പോയി കാണുകയാട്ടെ, ആ രോഗിയുടെ കൂടെ ഒന്ന് പോയി ഇരിക്കുകയാട്ടെ, അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാട്ടെ ചെയ്യുന്നില്ല. കാരണം എന്താ? ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. ഞാൻ പറയട്ടെ, ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞാൽ ക്രിസ്തുവിന്റെ സഭയാകും ഈ ശരീരത്തോടുമുള്ള സ്നേഹം കുറയും. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതിൽ നിന്ന് വീണിരിക്കുന്നു, എത്രത്തോളം വീണിരിക്കുന്നു എന്ന് ഓർക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, സംഭവിക്കുന്നത് ഒത്തിരി ഹൈറ്റിൽ നിന്ന് വീണാൽ, ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് ക്ഷതമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഓർമ്മക്കേടെന്ന് പറഞ്ഞു അല്ലേ? അത്രയും ഉയർത്തിനാ വീണത്. പിന്നെ പണ്ടത്തെ കാലം ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു എക്സാമ്പിളും കൂടെ, ഈ തലയ്ക്ക് ക്ഷതം ഏറ്റുണ്ടല്ലോ ശരീരം തളർന്നു പോകും. ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ തളർന്നു പോകും, കൈ തളർന്നു പോകും, കാല് തളർന്നു പോകും. ഇതാ ഇന്നത്തെ ക്രിസ്തുവിന്റെ സഭയ്ക്ക് പറ്റിയത്. നമ്മൾ വീണു, ഉയരത്തിൽ നിന്ന് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ വിട്ട് നമ്മൾ വീണു. മനസ്സിലായോ? ക്രിസ്തുവിന്റെ സഭയെ, ഈ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാതായി പോകും. ഇപ്പൊ ആരെയും ആർക്കും ഇഷ്ടമല്ല. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഞാൻ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവേ അങ്ങ് സ്നേഹിച്ചതുപോലെ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കർത്താവിന്റെ വരവിന് ഞാൻ പോവോ? ഇപ്പൊ സ്നേഹമില്ലായ്മ ഒരു പാപമാണോ? അതേന്ന് ബൈബിള് പറയുന്നു. സ്നേഹം എന്തൊക്കെ ചെയ്യും? യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ സംഭവിക്കുന്നത്, നമ്മൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കും, തമ്മിൽ തമ്മിൽ കരുതും, വിധിക്കത്തില്ല, ആരെയും നമ്മൾ വിധിക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം, ഞാൻ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പിടിക്കുക, 5ഉം 6ഉം 7ഉം അധ്യായങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിക്കണം, സമയം എടുത്ത്. എനിക്കറിയാം നിങ്ങൾക്ക് അറിയാവുന്നതാ, എന്നാൽ അവിടെ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചതായ പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ 5ാം അധ്യായം അതിന്റെ 23ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. കേട്ടോ? 25, നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഇതൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കർത്താവ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിന്. നിനക്ക് നിന്റെ സഹോദരനോട് വല്ലതും ഉണ്ടെന്നല്ല. പലരും പറയുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്, എനിക്ക് അവനോടൊന്നുമില്ല, അവൻ എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ അതെനിക്ക് കാര്യമല്ലെന്ന്. ഈ വചനം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ഷമ പറയണേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകൾ എന്തെങ്കിലും ഏറ്റു പറയണേ പറയും. എനിക്ക് ആരോടും ഒന്നുമില്ല, ഇനി അവരെ വല്ലവരും ഉണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ബാധിക്കൂന്ന് വചനം പറയുന്നത് നിനക്കുണ്ടോന്നല്ല. ഇവിടെ പറയുന്ന എന്താ? ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരും സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ അതിനെന്തുവാ ചെയ്യേണ്ടത്? സഹോദരി സഹോദര, നിങ്ങൾ ആലയത്തിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ്, ഇത് ആലയത്തിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വചനപ്രകാരം നോക്കിയാൽ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പെന്നാ. അല്ലാതെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ലത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പേഴ്സണൽ പ്രേയറിന് ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കണം.
എന്റെ ആർക്കെങ്കിലും എന്നോട് വല്ലതും ഉണ്ടോ? ഇപ്പൊ എന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ചേച്ചിയാ, അല്ലെ ആന്റി, അല്ലെ അങ്കിളാ, അല്ലെ സഹോദരി സഹോദരനാ, 2-3 ദിവസമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നു, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കരുതേ. പോയി ചോദിക്കണം, എന്തെങ്കിലും ഉണ്ടോ എനിക്ക് നേരെ, എന്നോട് എന്തെങ്കിലും മനസ്സിലുണ്ടോ? ചോദിച്ചത് ക്രമീകരണം പ്രാപിച്ചിട്ട് വേണം യാഗപീഠത്തിൽ യാഗം കഴിക്കാൻ ചെല്ലാൻ. ഇതെന്തുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞെന്നറിയാമോ? ദൈവജനമേ, ഇന്ന് എല്ലാവരും യാഗപീഠത്തിൽ വന്ന് ഭയങ്കര യാഗം കഴിപ്പാ. കർത്താവിന്റെ സന്നിധി വരുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പാടുന്നു. ഇതിൽ എത്ര യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ട്. ആദ്യ സ്നേഹം വിട്ടുപോയ ആൾക്ക് എങ്ങനെയാ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവൻ തന്റെ കൂട്ടുകാരനെ സ്നേഹിച്ചിരിക്കും. പലപ്പോഴും നമ്മൾ ആ സ്നേഹത്തിൽ നിന്ന് വീണു പോകുന്നു. ഹല്ലേലൂയ, അത് വലിയ കുറവാ. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മൾ സഭകൾ, ചർച്ചുകൾ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ ഒരു സ്നേഹം വരും. ഇന്ന് ബൗണ്ടറിയാ, ഡിനോമിനേഷൻസിന് ബൗണ്ടറീസ് ഉണ്ട് അല്ലേ? IPC ചർച്ച് ഓഫ് ഗോഡിനോട് മിണ്ടത്തില്ല, ചർച്ച് ഓഫ് ഗോഡ് ഏജിയോട് മിണ്ടത്തില്ല, ഏജ് ശാരോനോട് മിണ്ടത്തില്ല. ദൈവമക്കളെ, നമ്മൾ സഭയാ, സഭ എന്ന പേര്. നമുക്ക് ആരോടും വിദ്വേഷം പാടില്ല, ആരെയും വിധിക്കരുത്. നമ്മൾ അന്യോന്യം സ്നേഹിച്ച് നമ്മുടെ തലയായ ക്രിസ്തുവിനെ ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹത്തോടുകൂടെ സ്നേഹിച്ച് വിശ്വസിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വന്നാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിട്ടുകളഞ്ഞത്, തകർന്നു കളഞ്ഞത്, എന്ന് വിചാരിച്ചത് എന്തുവാന്നറിയോ? ആദ്യ സ്നേഹമാ. പലപ്പോഴും നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ എന്റെ കുറവെന്താ, എനിക്ക് എന്താ ആത്മീയമായിട്ട് ഉണരാൻ കഴിയാത്തത്, എനിക്ക് എന്താ പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? കുറവിതാ, ആദ്യ സ്നേഹം വിട്ടുപോയി. പിന്നെ എല്ലാം പ്രകടനങ്ങളായി മാറുകയാ. ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ പ്രാർത്ഥിച്ചത്? 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. എന്തിനാ? എന്റെ ഒരു സ്വയം സംതൃപ്തിക്ക് വേണ്ടി. എനിക്ക് തൃപ്തിയുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ. നിങ്ങൾ സ്വയം തൃപ്തിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. പകരം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകർന്നു, എന്റെ പ്രാണപ്രിയന്റെ അടുക്കൽ എന്റെ ഹൃദയം ഞാൻ പകർന്നു, പ്രാണപ്രിയന്റെ ശബ്ദം ഞാൻ കേട്ടു, എന്റെ ജീവിതത്തിലെ കുറവുകൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഞാൻ ഇന്ന ഏരിയയിലാണ് മാനസാന്തരപ്പെടേണ്ടത്. ആയാൽ ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറയുമ്പോൾ ഇത് കേട്ട് എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, അപ്പാ എന്റെ ജീവിതത്തിൽ ആദ്യ സ്നേഹത്തിൽ നിന്ന് ഒരു കുറവ് വന്നിട്ടുണ്ട്, പ്രാണപ്രിയനെ എന്നോട് അത് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏതിൽ നിന്ന് വീണിരിക്കുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ അതിലേക്ക് മടങ്ങി വരിക, എനിക്ക് മാനസാന്തരം ആവശ്യമാ, ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാ. എല്ലാം തികഞ്ഞെന്നോർത്തിരിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കറിയാം പല ദൈവമക്കളിലും ജീവിതത്തിന്റെ വീഴ്ചയുടെ കാരണം, ആത്മീക ഗോളത്തിൽ നിന്ന് വീണു പോകാൻ കാരണം ആദ്യ സ്നേഹം വിട്ടുപോയി. അതാണ് കാരണം. ആകയാൽ ഇന്ന് രാത്രി മടങ്ങി വരാം. ഹല്ലേലൂയ. അപ്പാ എന്നെ മടക്കി വരുത്തണമേ, ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് മടക്കണം. ആ ക്രൂശിലേക്ക് ഞാൻ അടുത്തു വരിക. ആ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ എന്റെ ക്രിസ്തുവിനെ ഞാൻ ഒന്ന് ആഗ്രഹിക്കുക. ആ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് വഴി നടത്തണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, മടങ്ങി വന്നാൽ, ഹല്ലേലൂയ, നിന്റെ എവിടേക്ക് ഹല്ലേലൂയ ഇരിക്കേണ്ടിടത്ത് തന്നെ ദൈവം ഇരുത്തും. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ, ജീവവൃക്ഷത്തിന്റെ ഫലം ഹല്ലേലൂയ കഴിക്കുവാൻ കഴിയും. ക്രിസ്തുവിനോട് കൂടെ ഹല്ലേലൂയ യുഗായുഗം വാഴുവാൻ കഴിയും. ആകയാൽ ഹല്ലേലൂയ അങ്ങനെ ഒരു കാലത്തിലേക്ക്, അങ്ങനെ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ